അപ്പോൾ ഒരു സാധാരണ വിഷ്ണുവിൻ്റെ ഒരു പൂജ അറിയാവുന്ന ഒരാഴ്ച ശ്രീവല്ലഭനെ വന്ന് പൂജ കഴിച്ചിട്ട് പോയാൽ ലോകത്തൊരിടത്തും പിന്നെ അയാൾക്ക് വേറൊരു വിഷ്ണുവിനെയും പൂജ കഴിക്കാൻ പറ്റിയല്ല, തെറ്റും. നിസാരം പറഞ്ഞാൽ ഭസ്മം തൊട്ടാൽ ശുദ്ധം മാറുന്ന അമ്പലമാണിത്. ആ വരാഹമൂർത്തിയാണ് ഇവിടെ ഈ അനുഗ്രഹങ്ങൾ ഭക്തരിലേക്ക് കൊടുക്കുന്നയാളിവിടെ. അദ്ദേഹം ശ്രീവല്ലഭനെ ആയിക്കോട്ടെ സുദർശനമൂർത്തി ആയിക്കോട്ടെ, അദ്ദേഹം തൊഴുത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, ഈ പ്രാർത്ഥന നടപ്പാക്കി കൊടുക്കുന്നത് ഈ വരാഹമൂർത്തിയിലൂടെയാണ്. പുരുഷസൂക്തമാണ് ഇവിടെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഇതൊന്നും ചെയ്യാൻ പാടില്ല. അത് ദേവൻ്റെ പ്രതിപുരുഷനായിട്ട് നിൽക്കുമ്പോൾ ദേവൻ ചക്രവർത്തിയാണ്, അതുപോലെ തന്നെ വേണം. മേശാന്തിക്ക് നമസ്കാര മണ്ഡപത്തിൽ മേശാന്തി ഇരിക്കുമ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് വന്നാൽ എണീക്കണ്ട, അതാണ് പഴയ നിയമം. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവല്ല ശ്രീവല്ലഭസ്വാമി ക്ഷേത്രത്തെപ്പറ്റിയുള്ള വീഡിയോയുടെ 2ാം ഭാഗമാണിത്. ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ചരിത്രവും ഐതിഹ്യവും മറ്റു ചില കാര്യങ്ങളും മാത്രമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആചാരകാര്യങ്ങളിൽ ഒരുപാട് രഹസ്യ സ്വഭാവങ്ങളും നിഷ്ഠകളും പാലിക്കേണ്ട ഒരു ക്ഷേത്രമാണിത്. ആചാരകാര്യങ്ങളെപ്പറ്റി പൊതുജനങ്ങൾക്ക് അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങളുമുണ്ട്. അത്തരം കാര്യങ്ങളെപ്പറ്റി ബഹുമാനപ്പെട്ട ക്ഷേത്രം തന്ത്രിമാരിൽ ഒരാളായ കുഴിക്കാട്ടിലത്ത് ശ്രീ വാസുദേവ ഭട്ടതിരിയും ക്ഷേത്ര മേൽശാന്തിയും നമുക്ക് പറഞ്ഞു തരും. ഈ ക്ഷേത്രത്തെപ്പറ്റി നമ്മൾ ധരിച്ചു വച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നുവെന്നും ശ്രീ വല്ലഭസ്വാമിയുടെ മൂർത്തിഭാവം അത്ര നിസ്സാരമല്ല എന്നുള്ളതും ഒരുപാട് രഹസ്യമായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവും. ഒരുപക്ഷെ ഇത്രയും വിശദമായി ശ്രീവല്ലഭ ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു വീഡിയോയും തന്നെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഞാൻ ഈ വീഡിയോയുടെ ആവശ്യവുമായി തന്ത്രി ശ്രീ കുഴിക്കാട്ടിലത്ത് വാസുദേവ ഭട്ടതിരിയുടെ ഇല്ലത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം പനി പിടിച്ച് തീരെ വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു. പക്ഷേ ശ്രീവല്ലഭ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാനുള്ള നമ്മുടെ ഉദ്യമം മനസ്സിലാക്കിയ അദ്ദേഹം തീരെ വയ്യെങ്കിലും അതൊന്നും കാര്യമാക്കാതെ മണിക്കൂറുകളോളം നമ്മളോട് സംസാരിച്ചു. കൂടാതെ കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്തും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരാനും തിരുത്തുകൾ തരാനും തിരക്കുകൾക്കിടയിലും അദ്ദേഹത്തിൻ്റെ സഹായം പല പ്രാവശ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തോടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഏട്ടാ നമസ്കാരം. നമുക്ക് സാധാരണ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് ആചാരങ്ങൾ ബന്ധിച്ച് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണല്ലോ ശ്രീവല്ലഭ ക്ഷേത്രം. അപ്പോൾ അവിടുത്തെ ആ ഒരു തന്ത്രി എന്ന നിലയ്ക്ക് ആ ഒരു കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാമോ? ഞാൻ കുഴിക്കാട്ട് വാസുദേവൻ ഭട്ടതിരി, ഇവിടുത്തെ തന്ത്രിമാരിൽ ഒരാളാണ് ശ്രീവല്ലഭൻ്റെ. ഏതൊരു ക്ഷേത്രത്തിനും അതിൻ്റേതായ ഒരു വ്യക്തിത്വമുണ്ട്. ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് അവിടെ നിർമ്മിച്ച ആ കെട്ടിടത്തിനല്ല, ആ കെട്ടിടം എങ്ങനെ ഉപയോഗിക്കുന്നു, അവിടെ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. ആ വ്യക്തിത്വത്തിന് നിദാനമായിട്ടുള്ള വ്യത്യസ്തതകളെയാണ് നമ്മൾ പ്രത്യേകതകളെന്നും ആചാരങ്ങളെന്നും സാമാന്യമായിട്ട് പറയുക. അത് എല്ലാ ക്ഷേത്രത്തിനും, ഈവൻ ഒരു ചെറിയ ഒരു രക്ഷസിനെ പ്രതിഷ്ഠിച്ചൊരു തറയാണെങ്കിൽ തന്നെ അതിൻ്റേതായ ഒരു ആചാരപദ്ധതി ഉണ്ടാവും. അവിടുത്തെ സംബന്ധിച്ചിടത്തോളം അത് അവിടുത്തെ തനതാണ് എന്ന് പറയുന്നത് പോലെ സ്വാഭാവികമായിട്ടും 2000-ഓളം വർഷം പഴക്കമുണ്ട് എന്ന് നമുക്ക് ബോധ്യമുള്ളതോ നമ്മൾ ധരിച്ചു വെച്ചതായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ശ്രീവല്ലഭ മഹാക്ഷേത്രം. അതിൻ്റേതായ ഒരു നടപടിക്രമങ്ങളുടെ വ്യത്യസ്തത അവിടെ ഉണ്ട്. എല്ലാവർക്കും അവനവൻ്റേത് കേമം എന്ന് പറയുന്ന ഒരു ദുസ്വഭാവമുണ്ട്, എനിക്കുമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ശ്രീവല്ലഭ ക്ഷേത്രം തനതാണ്, അന്യാദൃശമാണ്, ഇവിടുത്തെ പോലെ മറ്റെങ്ങുമില്ല. അത് ഒരു സത്യമാണെങ്കിലും
ഈ അവിടുത്തെ ഒരു ഭക്തനും കൂടെ ആയ നിലയ്ക്ക് ആ ഒരു അഭിമാനത്തോടു കൂടി ഇത് വേറെ ഒന്നും ഇല്ലാത്തതാണെന്ന് കാണിക്കാനുള്ള ഒരു ത്വരയും സ്വാഭാവികമായിട്ട് ഞാൻ പറയുമ്പോൾ ഉണ്ടാവും. എങ്കിലും തന്ത്രി എന്ന നിലയ്ക്ക് പല ക്ഷേത്രങ്ങളിൽ പോകുന്നയാളാണെന്ന നിലയ്ക്ക് മറ്റെങ്ങും അല്ലാത്തതോ ഇല്ലാത്തതോ വയ്യാത്തതോ ആയതൊക്കെ ഇവിടെ സാമാന്യ നിയമങ്ങളായിട്ട് ധാരാളം പാലിക്കപ്പെടുന്നുണ്ട് ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ. ഇതാണ് ഒരു ആമുഖമായിട്ട് ശ്രീവല്ലഭനെ പറ്റി പറയാൻ പറ്റുന്നത്. ആ ഒരു ഐതിഹ്യ ഭാഗം ഒന്ന് ചുരുക്കത്തിലൊന്ന് പറഞ്ഞുതരാമോ? ക്ഷേത്രത്തെ സംബന്ധിച്ച് 2 ഐതിഹ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ ദേവൻ്റെ വിശേഷ വിഗ്രഹമായിട്ട് ശ്രീവല്ലഭസ്വാമിയുടെ ആ പ്രതിഷ്ഠ, ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണു പ്രതിഷ്ഠ, ആ ബിംബം സംബന്ധിച്ചുള്ളത് അത് ഭഗവാൻ നേരിട്ട് അത് നിർമ്മിച്ച ആ ഒരിത് സാത്വികി അത് പൂജിച്ചിരുന്നതാണെന്നും അത് കഴിഞ്ഞിട്ട് പ്രളയസമയത്ത് ഗരുഡനെ ഏൽപ്പിച്ചിട്ട് ഗരുഡൻ അത് രമണകദ്വീപിലേക്ക് കൊണ്ടുവച്ചിരുന്നതാണെന്നും പിന്നീട് അത് ആചരിക്കാൻ തക്കവണ്ണം ഉള്ളതിനേക്കാൾ ഗഹനതയുള്ളത് കൊണ്ടും ഇനി അങ്ങനെ ഒരു ശുഭകാലം വരട്ടെ എന്നും പറഞ്ഞിട്ട് കർണാടകത്തിലെ നേത്രാവതി നദിയിലെ ഭദ്രം എന്ന് പറയുന്ന ഒരു കയത്തിലേക്ക് ഈ ബിംബം നിക്ഷേപിച്ചു എന്നുമാണ് ഇതിൻ്റെ തുടക്കം. അത് കഴിഞ്ഞ് ഇവിടെ ഈ പെരുമാൾ ഭരണകാലത്ത് ഏതോ ഒരു പെരുമാളിൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു ബിംബം ഉണ്ടെന്ന് സ്വപ്നദർശനം ഉണ്ടായിട്ട് ഇവിടെ നിന്ന് ആളുകൾ പോയി അവിടെയുള്ള ആളുകളെയും കൂട്ടി ഈ കയത്തിൽ നിന്ന് ബിംബം വീണ്ടെടുത്തിട്ട് തിരുവല്ലയിൽ കൊണ്ടുവന്ന് ഇവിടെ വിദ്യാമണ്ഡം പ്രതിഷ്ഠിച്ചു എന്നാണ് ബിംബത്തിനെ സംബന്ധിച്ചുള്ള ഒരു വൈശിഷ്ട്യമായിട്ട് ഇവിടെ പറഞ്ഞു വരുന്നത്. അങ്ങനെ ദേവന്മാരാൽ നിർമ്മിച്ച് ദേവന്മാരാൽ പൂജ കഴിക്കപ്പെട്ട് അതിനുശേഷം മനുഷ്യൻ്റെ ഉപയോഗത്തിലേക്ക് മാറിയ ഒരവസ്ഥയിലാണ് ശ്രീവല്ലഭനെ ഇവിടെ പ്രതിഷ്ഠിച്ച് ആചരിച്ചു വരുന്നത്. സുദർശനമൂർത്തി ആദ്യകാലത്ത് ഉണ്ടായിരുന്നു ഇവിടെ അല്ലേ? സുദർശനമൂർത്തിയുടെ പ്രതിഷ്ഠയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നതെന്നും ശ്രീവല്ലഭസ്വാമിയുടെ ഈ ബിംബപ്രതിഷ്ഠയോടുകൂടി ആകെ ആ സങ്കേതം നവീകരിച്ച് രണ്ടാൾക്കും കൂടിയുള്ളൊരു ശ്രീകോവിലാക്കി മാറ്റിയെടുക്കുകയായിരുന്നു എന്നുമാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു പറച്ചിലുള്ളത്. സുദർശനമൂർത്തിയുടെ പ്രതിഷ്ഠ സംബന്ധിച്ചുള്ള ഐതിഹ്യം എന്ന് വെച്ചാൽ കുറച്ച് വലുതാണ്. അത് എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ചുരുക്കി പറയാം. ഇവിടെ സ്വതേ ഒരു വളരെയധികം ബ്രാഹ്മണാലയങ്ങളുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു മല്ലികാവനം എന്ന നിലയ്ക്ക് ശ്രീവല്ലഭ ക്ഷേത്രം ഇരിക്കുന്ന ആ പ്രദേശം. ഈ പ്രദേശത്തിൻ്റെ നേരെ കിഴക്ക് ഭാഗത്താണ് ഞാനൊക്കെ താമസിക്കുന്ന ഈ ഇല്ലം ഇവിടെയൊക്കെ ഉള്ളത്. ഈ കിഴക്ക് ഭാഗത്ത് ശൈവരായിട്ടുള്ള ശൈവോപാസനയുടെ ഇതായിട്ടുള്ളതും അന്നത്തെ കാലത്ത് അസുരന്മാരെന്ന വിഭാഗത്തിൽ പെടുന്നതായിട്ടുള്ള ഒരു വലിയ ജനവിഭാഗം താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ കിഴക്ക് ഭാഗം. പടിഞ്ഞാറ് ഭാഗം ശാക്തേയ ഉപാസകരായിട്ടുള്ളവർ, അവർ യക്ഷി പ്രധാനമായിട്ടും ഈ മറ്റേ മധ്യമ സമ്പ്രദായത്തിലുള്ള കാളി ഉപാസനയൊക്കെ ആയിട്ടുള്ള ഒരു കൂട്ടർ ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും താമസിച്ചിരുന്നു, ശാക്തേയരായിട്ടുള്ളവർ. ഈ 3 കൂട്ടരും ഇങ്ങനെ ശൈവം വൈഷ്ണവം ശാക്തേയം എന്ന അവനവൻ്റെ പദ്ധതിയായിട്ട് മുന്നോട്ട് പോവുകയും ഒരു പ്രത്യേക കാലത്തിന് ശേഷം അവനവൻ്റേതിനെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും രക്തരൂക്ഷിതമായിട്ടുള്ള പലതരം കലഹങ്ങളും മറ്റും ഉണ്ടായിക്കൊണ്ട് ഈ വൈഷ്ണവ കേന്ദ്രമായിട്ടുള്ള ഈ ക്ഷേത്രം ഇരിക്കുന്ന പ്രദേശത്തേക്ക് മറ്റു 2 വശത്തു നിന്നും ഒരു തരത്തിലൊരു ഉപരോധം പോലെ വരികയും ആളുകൾക്ക് പോലും പങ്കെടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടം വന്നു. അപ്പോൾ ഈ വിഷ്ണുവിൻ്റെ വ്രതാനുഷ്ഠാനങ്ങൾ, വിഷ്ണുവിനെ സംബന്ധിക്കുന്ന ആചാരങ്ങൾക്കുമൊക്കെ ഈ ഭക്ഷണം കൊടുക്കുക, വ്രതം പിടിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ആവശ്യമാണ്. അതിനൊന്നുമുള്ള ആളുകളെ കിട്ടാതെയായി. അങ്ങനെ ക്രമേണ ആ പ്രദേശത്ത് നിന്ന് ആളുകൾ ഓരോന്നേരായിട്ട് അവർ ഒഴിഞ്ഞൊഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നു. അവസാനം ഒരു ഇല്ലം മാത്രം അവിടെ അവശേഷിച്ചു. ആ ഇല്ലത്ത് ശ്രീദേവി എന്ന് പറയുന്ന, ശങ്കരമംഗലം എന്നാണ് ആ ഇല്ലപ്പേര്, ആ ഇല്ലത്ത് ശ്രീദേവി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഭർത്താവ്, അവരുടെ ഒരു ജോലിക്കാരൻ, ഇവർ 3 പേരും അങ്ങനെ മാത്രമായിട്ട് അവസാനിച്ചു. പക്ഷേ കുറേക്കാലം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു. അപ്പോൾ ഈ സ്ത്രീയും ആ ജോലിക്കാരനും അങ്ങനെ അവരുടെ ഒരു ജോലിക്കാരി അങ്ങനെ അത്രയും പേരായിട്ട് അവിടെ അവശേഷിച്ച കാലത്തും അവർ ഈ ഏകാദശി വ്രതം കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നവരാണ്. അവർക്ക് എഴുത്തും വായനയൊന്നും അറിയില്ല. കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് കണ്ണിന് കാഴ്ചയില്ലാതായി. അങ്ങനെ ആയപ്പോൾ അവർ ഈ കല്ലെടുത്ത് വെച്ച് ദിവസം കണക്കാക്കിയാണ് ഈ ഏകാദശി നോറ്റിരുന്നത്. അത് നിഷ്കർഷയായിട്ട് അവർ നോക്കുകയുള്ളൂ, ആർക്കെങ്കിലും അങ്ങനെ ഭക്ഷണം കൊടുത്തിട്ട് മാത്രമേ കഴിക്കുകയുള്ളൂ എന്നൊക്കെയാണ്. പക്ഷേ ഈ കല്ലല്ലേ, കണ്ണ് കാണാത്ത സ്ത്രീയല്ലേ, ഇത് ചിലപ്പോൾ തട്ടിമറിഞ്ഞൊക്കെ പോവും. അതുകൊണ്ട് പലപ്പോഴും ഈ ഏകാദശി ദിവസമൊന്നും ആയിരിക്കില്ല പലപ്പോഴും നടക്കുക. പക്ഷേ ആ വ്രതം അവർ അത്രയും നിഷ്കർഷയായിട്ട് തന്നെ കൊണ്ടു നടന്നിരുന്നു. അവസാനം ഒരു ദിവസം എന്നിട്ട് പോലും അവർ നിശ്ചയിച്ച ആ ഏകാദശി ദിവസം ആരെയും കിട്ടാതെയായി വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ
ബ്രഹ്മചാരി വരികയും അദ്ദേഹം ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു, അവരെല്ലാവരും വരികയും അപ്പം എന്നിട്ട് ഞങ്ങളെന്നാൽ ഇതാവാമെന്ന് പറഞ്ഞാൽ കുളിച്ചിട്ട് വരൂ, ഇന്നപോലെയൊക്കെയാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു പോയി. നേരെ കിഴക്ക് ഭാഗത്തേക്ക് വന്ന് ഈ അന്ന് തുകലശ്ശേരി എന്ന സ്ഥലമാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം. ഈ തുകലശ്ശേരി മലയിൽ തുകലാസുരൻ എന്ന് പറയുന്ന അഥവാ തോലാസുരൻ എന്ന് പറയുന്ന അസുരൻ്റെ ആസ്ഥാനമാണ്. അദ്ദേഹത്തിൻ്റെ ശിവോപാസന നടത്തിക്കൊണ്ടിരുന്ന അസുര സ്വഭാവത്തിലുള്ള ആളാണ്. ഇവിടെ വന്ന് അദ്ദേഹമായിട്ട് യുദ്ധത്തിലേർപ്പെട്ട് തുകലാസുരനെ വധിച്ചിട്ട് ആ തുകലാസുരൻ്റെ തേവാരബിംബമായിട്ടുള്ള ശിവനെ ഈ തുകലശ്ശേരി കുന്നിൽ പ്രതിഷ്ഠിച്ചു. അതിനുശേഷം നേരെ പടിഞ്ഞാറ് ഭാഗത്ത് പോയി അവിടെ ഏറങ്കാവ് എന്നാണ് ഈ കാളിയുപാസന സങ്കേതം എന്ന്. അവിടെ ആ യക്ഷിയെ ബന്ധിച്ച് കിണറ്റിനകത്ത് ബന്ധിക്കുകയും കിണർ അടച്ചിട്ട് കിണറിൻ്റെ മുകളിൽ ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ ശൈവവും ശാക്തേയവുമായിട്ടുള്ള രണ്ട് സംവിധാനങ്ങളെയും കൃത്യമായ ആചാരപദ്ധതിയുടെ കീഴിലേക്കാക്കി മാറ്റിയിട്ട് അദ്ദേഹം തിരിച്ചിവിടെ വന്ന് ഈ ഭക്ഷണം സ്വീകരിച്ചു. ഏകാദശിയുടെ വ്രതം അങ്ങനെ ഈ അന്തർജനത്തിനും പൂർത്തിയായി. അതിൻ്റെ പൂർണ്ണതയിലും അവരുടെ ആ നിഷ്കർഷയിലും വളരെ സന്തോഷവാനായിട്ട് അന്ന് ആ നാട്ടിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരും ഒക്കെ ഈ വിഷയങ്ങളൊക്കെ അപ്പോഴത്തേക്കും അറിഞ്ഞ് വന്നപ്പോൾ ഇനി എന്നെ ഇങ്ങനെ ആചരിച്ചോളൂ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ അസുരനെ കൊന്ന ആയുധം ഒരിടത്ത് സ്ഥാപിച്ചു. ആ ആയുധമാണ് ആ സുദർശനമായിട്ട് ഇവിടെ ആചരിച്ചു വന്നിരുന്നത്. അദ്ദേഹം വാമനനായിരുന്നുവെന്നും അദ്ദേഹം തിരിച്ച് സ്വർഗത്തിലേക്ക് പോയ സമയത്ത് ഈ സ്ത്രീയെയും അവരുടെ ജോലിക്കാരനെയും ആ കുടുംബത്തിൽ അങ്ങനെയുള്ളവരെ സഹിതം അദ്ദേഹം നേരെ വിഷ്ണുലോകത്തേക്ക് കൊണ്ടുപോയിരുന്നു. അന്ന് അദ്ദേഹം എന്നെ ആചരിച്ചോളൂ എന്നും പറഞ്ഞ് പ്രതിഷ്ഠിച്ച അവിടെ വെച്ചിട്ട് പോയ ആ സുദർശനം, അതാണ് ഇവിടുത്തെ സുദർശനമൂർത്തി എന്നുമാണ് ഇവിടെ പറയപ്പെടുന്നത്. സാകാരമായിട്ടുള്ള ബിംബമാണ് കേട്ടോ. ഇപ്പോൾ അതെ അതെ അതെ. ഇപ്പോൾ സുദർശനാക്രം വേറെ ഉണ്ടോ? അപ്പോൾ വേറെ ആ സുദർശനമൂർത്തിയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്, അത് സുദർശനമൂർത്തി സ്വരൂപത്തിലുള്ളതാണ്. ഈ കൈകളോടുകൂടി മറ്റേ വലിയ ഒരു അടിക്കണക്കിനൊക്കെ പറഞ്ഞാൽ ഒരു 1.5 അടി പൊക്കമുള്ള അത് വിഷ്ണുവിൻ്റെ വിഗ്രഹമല്ല, സുദർശനമൂർത്തിയുടെ വിഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളോടുകൂടി തന്നെ നിൽക്കുന്നതാണ്. അത് വല്ല ലോഹമാണ്. അത് പടിഞ്ഞാട്ട് ദർശനമായിട്ട് പ്രധാന ശ്രീകോവിലിൻ്റെ അതിനകത്തെ ഗർഭഗൃഹത്തിനകത്തെ കിഴക്കോട്ട് ദർശനമായിട്ട് ശ്രീവല്ലഭനും അതിൻ്റെ അകത്തെ 2 ഇടനാഴിയിലുള്ളതിൽ 1-ാം ഇടനാഴിക്കകത്ത് നേരെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് സുദർശനമൂർത്തിയാണ് ഉള്ളത്. ആ ബിംബത്തിന് വിശേഷം എന്ന് പറയാൻ ഒരു കൗതുകത്തിന് പറയാം എന്നേ ഉള്ളൂ. അത് ബിംബം അത് പീഠത്തിന്മേലെ ഇരുന്ന് അത് കറങ്ങും, നമുക്ക് അങ്ങോട്ടും അത് കറക്കാം എന്നുള്ളത് നിലയ്ക്ക്. പക്ഷേ അത് അനങ്ങത്തില്ല അവിടുന്ന്. പീഠം ശിലയാണ്, ബിംബം ലോഹമാണ്. ഈ അഷ്ടബന്ധം പോലെയുള്ള ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ വിടവുള്ളത് അഷ്ടബന്ധക്രിയ ചെയ്ത് അടയ്ക്കാറുണ്ടെന്നുള്ളത്, അത് അടച്ചാലും ഇല്ലെങ്കിലും അതിന് അനക്കമൊന്നുമില്ല. അത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ അതിൽ നിന്നുകൊണ്ട് അത് വട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് കറക്കാൻ പറ്റും. അങ്ങനെയാണ് അത്. പിന്നെ കൈമുറിയും സൂക്ഷിച്ചില്ലെങ്കിൽ എന്നുള്ള പോലെ ആ മൂർച്ചയൊക്കെ ഇപ്പോഴും അതിന് മുഴുവൻ മൂർച്ചയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എങ്ങനെ സൂക്ഷിച്ചല്ല എന്നുണ്ടെങ്കിൽ കൈമുറിയും. അത് സുദർശനമൂർത്തിയാണ്. അത് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ്. അപ്പം അതുപോലെ തന്നെ മഹാവിഷ്ണുവിന് ശ്രീവല്ലഭസ്വാമിയുടെ ആ ഒരു പ്രതിഷ്ഠയ്ക്കും ശംഖും ചക്രവും പിന്നെ ഒരു കൈ കടിബന്ധത്തിലാണ് കാണുക അല്ലേ? അത് നമ്മുടെ മലയാള സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ഭാരതീയ ശാസ്ത്ര നിയമത്തിൽ ഈ ഖടശ്രം എന്ന നിലയ്ക്ക് ഈ കടിബന്ധം മുദ്ര പോലെ കാണിച്ച് അവിടെ പിടിച്ചുകൊണ്ട് അരക്കെട്ടി പിടിക്കുന്ന പോലെ നിൽച്ച്, എന്നാൽ അവിടെ ആയുധമുണ്ട്, അന്തർലീനമാണെന്ന് കാണിക്കുന്ന ധാരാളം വിഷ്ണു വിഗ്രഹങ്ങളുണ്ട്. ആ രീതിയിലുള്ള നിർമ്മാണമാണ്. എന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ 3 ആയുധങ്ങളാണുള്ളത്. 4ാമത്തെ ആയുധം ഉണ്ട് അവിടെ. പത്മത്തിൻ്റെ സ്ഥാനത്താവും ഈ ഒരു കടിബന്ധം വന്നിരിക്കുക. അല്ല, ഗത പിടിച്ചേക്കുന്നിടത്ത്. ഗത പിടിക്കുമ്പോൾ കൂട്ടിയാണല്ലോ പിടിക്കുക അരക്കെട്ടിൽ. അപ്പോൾ അങ്ങനെ ഗത കൂട്ടി പിടിച്ചിരിക്കുന്ന പിടുത്തമുണ്ട് അവിടെ. ഗതയില്ല എന്നുള്ളതേ ഉള്ളൂ. ഗത അത് സാമാന്യ ബിംബകൽപ്പനയിൽ ധാരാളം പതിവുണ്ട് അങ്ങനെ. അത് ഗതയുണ്ട് അവിടെ. അത് അന്തർലീനാണ്, ആവശ്യമുള്ളപ്പോഴേ പുറത്ത് വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. പിന്നെ മറ്റൊരു വലിയ കാര്യം ഇവിടെ കേട്ടിട്ടുണ്ട്, അവിടെ നിർമാല്യം ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? അത് ക്രിയാഭാഗമാണ്, നിർമാല്യം ഇല്ല എന്നല്ല. ഇവിടെ വളരെയധികം സാങ്കേതികതയുള്ളതാണ്. പൂജാപദ്ധതിയും ആചാരക്രമങ്ങളും എല്ലാം സാങ്കേതികത വളരെ കൂടുതലാണ്. അപ്പോൾ ഇദ്ദേഹം പെരുമാളായിട്ടാണ് പ്രതിഷ്ഠ, ചക്രവർത്തിയായിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാം അതിൻ്റേതായ ആവശ്യങ്ങൾ. അതായത് നിർമാല്യധാരിയായിട്ട് മറ്റൊരു ശ്രീകോവിൽ തന്നെയാണ്. അവിടെ വിശ്വക്സേനന് മറ്റൊരു ശ്രീകോവിലാണ്. ശ്രീകോവിലിനകത്ത് നിർമാല്യം എന്നൊരവസ്ഥയില്ല. അതായത് നമ്മൾ സാമാന്യം പൂജ കഴിക്കുന്നവർക്കും അല്ലെങ്കിൽ പെരുമാറുന്നവർക്കും ഒക്കെ അറിയാവുന്നതുപോലെ ബിംബത്തെ തൊട്ടാലോ പീഠത്തെ തൊട്ടാലോ കൈ കഴുകുക, പൂ തൊട്ടാൽ അങ്ങനെ ഒരു വിഷയമില്ല. കൈ കഴുകേണ്ട പാടില്ല. കാരണം നിർമാല്യം ഇല്ല ഇവിടെ. പീഠത്തിൽ തന്നെയാണ് നമ്മൾ പൂജാപാത്രങ്ങൾ വെക്കലും ഒക്കെ. പൂജാപാത്രം തന്നെ സാമാന്യമായിട്ടുള്ള പൂജാപാത്ര സമ്പ്രദായം അല്ല.
മറ്റേ കിണ്ടി ചന്ദനോടം ആ രീതി അല്ല അത് വേറെ ഒരു സ്വർണ്ണശംഖ്, ഒരു വെള്ളിശംഖ്, ഒരു സ്വർണ്ണപാത്രം, ഒരു ചന്ദനോടം, ഒരു സ്വർണ്ണ കൈവട്ടക, ഒരു വെള്ളി കൈവട്ടക, ഇങ്ങനെ അതിൻ്റെ ക്രമങ്ങളുള്ള പാത്രങ്ങളാണത്. ആ പാത്രം കിണ്ടിയില്ല. അപ്പോൾ അതിലിപ്പോൾ ഈ ഒരു പൂജാക്രമത്തിൽ ജലഗന്ധ പുഷ്പ ധൂപദീപം ജലാതിജലാന്തം എന്നുള്ളൊരു സംവിധാനം അല്ലേ വരിക? ക്രമം അത് തന്നെയാണ്. പക്ഷേ അത് വളരെ വിശാലമായ അർത്ഥത്തിൽ ക്രമം അതാണേ പറയാൻ നിവൃത്തിയുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഇത് എല്ലാ പൂജയ്ക്കും എല്ലാ കാര്യങ്ങളും 5 പൂജയാണുള്ളത്. അപ്പം ഈ പല ചോദ്യങ്ങളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടുത്തെ സാധനം പറയുമ്പോൾ എല്ലാം അടിമുടി ഒന്നേന്ന് മാറ്റി പറയേണ്ടി വരികയാണ്. അപ്പോൾ ഒരു സാധാരണ വിഷ്ണുവിൻ്റെ ഒരു പൂജ അറിയാവുന്ന ഒരാഴ്ച ശ്രീവല്ലഭനെ വന്ന് പൂജ കഴിച്ചിട്ട് പോയാൽ ലോകത്തൊരിടത്തും പിന്നെ അയാൾക്ക് വേറൊരു വിഷ്ണുവിനെയും പൂജ കഴിക്കാൻ പറ്റിയല്ല, തെറ്റും. അതാണ് അവസ്ഥ. എന്ന് വെച്ചാൽ പൂജയുടെ ക്രമം പീഠപൂജ മുതൽ ക്രിയാപദ്ധതി മന്ത്രപദ്ധതി മാറുന്നുണ്ട്, പൂജയുടെ ക്രമങ്ങൾ മാറുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ 5 പൂജയുള്ളതും 5 മൂർത്തിയായിട്ടാണ് ദേവൻ. അതുകൊണ്ട് തന്നെ 5 പൂജയ്ക്ക് 5 മൂലമന്ത്രങ്ങളാണ്. 5 പൂജയ്ക്ക് 5 വെവ്വേറെ ശംഖപൂർണം നടത്തണം. 5 പൂജയ്ക്കും വെവ്വേറെ അഭിഷേകം വേണം. 5 പൂജയ്ക്ക് നിർമ്മാല്യമാറ്റലുണ്ട്. 5 ദേവനായിട്ട് തന്നെയാണ് ദേവൻ. അപ്പോൾ ആ വ്യത്യാസം എല്ലാ വിഷയത്തിലുണ്ട്. അപ്പോൾ താന്ത്രിക, അതായത് ഒരു കലശമൊക്കെ വരികയാണെങ്കിൽ എന്താ ചെയ്യുക? അപ്പോൾ അത് ഏത് കലശം ഏത് പൂജയ്ക്കാണ് ആടേണ്ടതെന്നുള്ളൊരു വ്യവസ്ഥയുണ്ട്. അതിന് തക്കവണ്ണമായിരിക്കും കലശം പൂജിക്കുന്നത്. അപ്പം നമ്മുടെ സാധാരണ കേരളത്തിൽ നടപ്പിലുള്ള താന്ത്രിക പദ്ധതികളിൽ നിന്ന് വ്യത്യാസമുണ്ടോ? ഉണ്ട്. എന്ന് വെച്ചാൽ സാമാന്യം ഇത് പാഞ്ചരാത്രം എന്ന് പറയുന്ന സംവിധാനത്തിൽ ഇതാണ്. പാഞ്ചരാത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത് എൻ്റെ അറിവ് കുറവാണ്. എൻ്റെ അറിവിൽ പാഞ്ചരാത്ര സംവിധാനത്തിൽ കേരളത്തിൽ ഈ ഒരൊറ്റ അമ്പലം മാത്രമേ ഉള്ളൂ. പാഞ്ചരാത്ര വിധാനത്തിലുള്ള ദുർവാസ സംഹിതയ്ക്കകത്ത് യജനാവലി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ശ്രീവല്ലഭൻ്റെ പൂജയ്ക്ക്. പാഞ്ചരാത്ര സംവിധാനത്തിലെ അഹിർബുദ്ധിനി സംഹിത അനുസരിച്ചാണ് സുദർശനമൂർത്തിയുടെ പൂജ. സുദർശനമൂർത്തിക്ക് 3 പൂജയും ശ്രീവല്ലഭന് 5 പൂജയുമാണ്. അപ്പോൾ ആ ഒരു 5 ഭാവങ്ങൾ വരുന്നുണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്ന് പറയാൻ സാധിക്കുന്നതാണോ? 5 അല്ല 6 പറയേണ്ടി വരും. കാരണം ഈ ശ്രീവല്ലഭൻ എന്ന് അറിയുന്ന പേരുണ്ടല്ലോ, ശ്രീയോടുകൂടിയ ശ്രീയുടെ വല്ലഭനായിട്ടുള്ളൊരവസ്ഥ. ചെറിയ പനിയുടെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇച്ചിരി വഷളായിപ്പോന്നെ. അപ്പം ശ്രീവല്ലഭൻ എന്ന് പറയുന്ന ആ അവസ്ഥയിലാണ് അദ്ദേഹം നിത്യോത്സവം എന്നാണ് ശ്രീവല്ലഭൻ്റെ നിയമം. 305 ദിവസം ഉത്സവമാണ് ഇവിടെ. അപ്പം എല്ലാ ദിവസവും പള്ളിക്കുറുപ്പുണ്ട്. അപ്പം പള്ളിക്കുറുപ്പും പോയിട്ട് പള്ളിയറയുണ്ട് അകത്ത്. പള്ളിയറയിൽ പള്ളിക്കുറുപ്പിന് പോകുന്നതാണ് ശ്രീഭഗവതിയോട് കൂടിയിട്ട് ശ്രീവല്ലഭനായിട്ട് തിരിച്ച് പള്ളി ഉണർന്ന് ഇവിടെ വന്ന് ഉഷപൂജയ്ക്ക് മുതലാണ് ഇവിടുത്തെ അകത്തെ പൂജ. അതായത് ശ്രീവല്ലഭനായിട്ടാണ് ദിവസം ആരംഭിക്കുന്നത്. പിന്നെ ആദ്യം പുരുഷ വാസുദേവമൂർത്തിയായിട്ട്, പുരുഷ നാരായണമൂർത്തിയായിട്ട്, ശ്രീമൻ നാരായണനായിട്ട്, വിരാട് പുരുഷനായിട്ട്, ഇങ്ങനെയാണ് ആ ഒരു മാറ്റം വരിക. ബ്രഹ്മചാരിയിൽ തുടങ്ങി ഗൃഹസ്ഥാശ്രമത്തിലൂടെ വാനപ്രസ്ഥത്തിലെത്തി വിരാട് പുരുഷനായിട്ട് മാറുന്ന ആ ഒരു മാറ്റമാണ് ആ മാറ്റത്തിലെ ഓരോ അവസ്ഥകളായിട്ടുള്ള വിഷ്ണുവിനെയാണ് ഇവിടെ ഓരോ പൂജയ്ക്കും പൂജിക്കുന്നത്. പൊതുവായിട്ട് ഇങ്ങനെ പറയാൻ നിവൃത്തിയുള്ളൂ. മനസ്സിലായി. ഒരുപാട് ഗോപ്യതകളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒരുപാട് രഹസ്യത്തിൻ്റെ മാത്രമല്ല പ്രശ്നം. രഹസ്യത്തിൻ്റെ പ്രശ്നം മന്ത്രങ്ങളെ സംബന്ധിച്ചേ ഉള്ളൂ. അതല്ല മാത്രമല്ല അത് ഒരു സാധാരണഗതിയിലൊരു അത് വിവരിച്ച് പറയാൻ എത്രത്തോളം പറ്റുന്നുണ്ട്. എൻ്റെ ഒരു പരിമിതി ഉണ്ട് അതിനകത്ത്, ഈ പറയാൻ പറ്റുന്നതിനകത്ത്. അപ്പോൾ അത് എത്രത്തോളം അത് വിവരിച്ച് പറയാൻ പറ്റുന്നുണ്ടെന്നുള്ളൊരു പ്രശ്നമാണ്. ഓരോന്നും സ്പെസിഫിക് ആയിട്ടാണെങ്കിൽ ചോദിച്ചാൽ അത് ഇന്ന അവസ്ഥയാണ്, അത് ഇന്നതുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റും. എങ്കിലും പൊതുവായിട്ടാണല്ലോ ഒരു വിവരം അറിയേണ്ടത്. അതിനാണെങ്കിൽ ഇതാണ് ഒരു ഗൃഹസ്ഥന് ഭാര്യാസമേതനായിട്ട് പള്ളി ഉണർന്ന് വന്നാൽ ബ്രഹ്മചാരിയായിട്ട് ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ മനുഷ്യാവസ്ഥ തന്നെ ബ്രഹ്മചാരിയായി, പിന്നെ അത് കഴിഞ്ഞ് അത് പുരുഷവാസുദേവനായി കഴിഞ്ഞാൽ പിന്നീട് ഗൃഹസ്ഥാശ്രമിയായി. ഉച്ചപൂജയാണ് അദ്ദേഹം ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള അവസ്ഥ, ചക്രവർത്തിയായിട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ യോഗീശ്വര പൂജയായിട്ട് ഭാഗത്തിന് ഈ സ്വാമിയാർക്ക് പുഷ്പാഞ്ജലി കഴിക്കാൻ ഭാഗത്തിനൊക്കെയുള്ള ആ വാനപ്രസ്ഥത്തിൻ്റെ ഒരവസ്ഥ അതിലെത്തി. പിന്നെ അവസാനത്തെ പൂജയാകുമ്പോഴത്തേക്കും അത് വിഷ്ണു ആണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. വിരാട് പുരുഷനായിട്ടാണ് എല്ലാ സാധനവും ആ വിരാട് പുരുഷൻ്റെ അവസ്ഥയിലാണ്. ഇത് ഈ ഓരോ പൂജയ്ക്കും അതിന് ആ ഭാഗത്തിന് പൂജ തുടങ്ങുന്നതിന് മുൻപ് അഭിഷേകം വേണം. പിന്നെ ഭംഗി കൂട്ടിയേക്കാം എന്ന് നിവൃത്തിയില്ല. കാരണം ഇന്ന പൂജയ്ക്ക് ഇന്ന അലങ്കാരം വേണമെന്ന് നിയമമുണ്ട്, ഇന്ന പൂ കൊണ്ടുള്ള മാല വേണമെന്ന് നിയമമുണ്ട്. അപ്പം ഒന്നും കയ്യിൽ നിന്ന് ഇടാനും നിവൃത്തിയില്ല, ഉള്ളതിനെ ഭംഗിയാക്കി എടുക്കലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതാതിൻ്റെ അവസ്ഥയ്ക്ക് പാകത്തിനാണ് ഇത് ഓരോന്നും നടന്നു വരുന്നത്. നിവേദ്യങ്ങളും ആ സ്വഭാവത്തിനുള്ള നിവേദ്യങ്ങളാണ് ഓരോ പൂജയ്ക്കും.
ഇപ്പം ഇവിടെ ഒരു പാള നമസ്കാരം എന്ന് പറഞ്ഞ ഒരു ഉച്ചപൂജയ്ക്കോ മറ്റോ ഒരു പ്രത്യേക വിധാനത്തിലുള്ള നേദ്യയില്ലേ? ഒരു പാള നമസ്കാരം കാലഴിച്ചൂട്ട് തന്നെയാണ്. കാലഴിച്ചൂട്ട് തന്നെയാണ്. പാള നമസ്കാരം വെച്ചാൽ സ്വതേ ഇവിടെ എല്ലാ പ്രായശ്ചിത്തങ്ങളും പഴയ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോഴും ഈ അമ്പലത്തിൽ ദുർനിമിത്തങ്ങൾ ഉണ്ടാവുമല്ലോ ക്ഷേത്രങ്ങളിൽ, അല്ലെങ്കിൽ നിമിത്ത പരിഹാരങ്ങൾ വേണ്ടി വരുമല്ലോ. ഇവിടെ എന്ത് നിമിത്ത പരിഹാരം വേണ്ടെങ്കിലും ഇവിടെ ഏറ്റവും വേദജപം, കാലഴിച്ചൂട്ട്, ഇത് രണ്ടും ചെയ്തിട്ട് എന്ത് സാധനം വന്നാലും ഇവിടെ പ്രായശ്ചിത്തം ചെയ്യേണ്ട ഇത് രണ്ടാണ്. ഈ രണ്ടും ചെയ്തുകൊണ്ടേ ഇവിടെ പറ്റുള്ളൂ. അത് ചെയ്യാത്ത ഇവിടെ പ്രായശ്ചിത്തങ്ങളൊന്നും ഇവിടെ പൂർണ്ണമല്ല. ഈ രണ്ട് വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പാള നമസ്കാരം. അത് അടിസ്ഥാനപരമായിട്ട് ഏത് ക്ഷേത്രത്തിൽ നടത്തുന്ന കാലഴിച്ചൂട്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ വ്യത്യാസം ഈ കാലഴിച്ചൂട്ടിന് ആളുണ്ടെങ്കിലേ ഉച്ചപൂജയുടെ നേരെ എഴുന്നള്ളിക്കാൻ പറ്റുള്ളൂ, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ അതുവരെ കാത്തിരുന്നോളണം എന്നുള്ളതേ ഉള്ളൂ. എത്ര പേര് വേണമെന്ന് നിയമമുണ്ടോ? ഒരാളെങ്കിലും എത്ര വേണേൽ ആവാം. എന്നുവെച്ചാൽ പഴയ കണക്കനുസരിച്ച് ഇവിടെ 65 പറ അരിയുടെയാണ് ഉച്ചപൂജയുടെ നേദ്യം. അപ്പോൾ എത്ര പേര് കാലഴിച്ചുകൊണ്ടുണ്ടാവും എന്ന് ആലോചിച്ചോളൂ. അങ്ങനെയുള്ള കാലത്തു നിന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വരുന്നത്. ഇപ്പോഴും 6 അടങ്ങഴി അരിയുടെ നേദ്യമാണ് ഉച്ചപൂജയ്ക്ക് എടുക്കുക, 6 തോന്നുന്നു. അപ്പോൾ അതിന് പാകത്തിനുള്ള അപ്പോൾ ഈ 4 കറി നേദ്യമാണ് ഉച്ചപൂജയ്ക്ക് ദേവനുള്ളത്. അത് ഇവിടുത്തെ ദേവനുള്ള വിശേഷപ്പെട്ട മെഴുക്കുവരട്ടികളൊക്കെ, അതായത് ഓരോ സ്ഥലത്തും ഈ 4 കറി നേദ്യമുള്ള അമ്പലങ്ങളിൽ ആ ദേവൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ഈ 4 കറിയിലെ മറ്റേ പച്ചക്കറികൾ വരുന്നത്. ഇവിടെ ചേനയും പരിപ്പും പുളിയൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നിവേദ്യങ്ങൾ. ഈ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന സാധനങ്ങൾ ഉപ്പുമാങ്ങയൊക്കെയാണ്. അത് ഈ ദേവൻ്റെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതേ ഉച്ചപൂജയ്ക്ക് എന്തൊക്കെ നേദ്യങ്ങളാണോ ആ നേദ്യങ്ങളൊക്കെ തന്നെയാണ് ഈ കാലഴിച്ചൂട്ടിനും വിളമ്പുക. അപ്പം പാള നമസ്കാരം എന്നൊരു പേര് വരാൻ കാര്യം എന്താ വെച്ചാൽ ഈ കമുകും പാള കോട്ടിക്കുത്തിയതാണ് ഇലയുടെ സ്ഥാനത്ത്, അതിനകത്തേക്കാണ് ഈ വിളമ്പുന്നത്. അത് ഈ പഴയ ശങ്കരമംഗലത്തെ അമ്മ നേരത്തെ പറഞ്ഞ ശ്രീദേവി അന്തർജനം, അവർ ഭഗവാന് അന്ന് ഇലയില്ലാത്തത് കൊണ്ട് ഈ ഉണ്ടാവാതെ സംഭവിച്ചത് ഈ ഹനുമാൻ്റെ ഒരു വിഷയമൊക്കെ പറയുന്നുണ്ട്. ഇലകളൊന്നും നിർത്തിയിരുന്നില്ല എന്നൊക്കെയുള്ള, അത് മറ്റൊരു കഥ, അതല്ല. അപ്പോൾ അതുകൊണ്ട് കമുകുംപാള കൂട്ടി കുത്തിയിട്ട് അതിനകത്താണെന്ന് ഭഗവാന് ഭക്ഷണം കൊടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ പാള നമസ്കാരം, കമുകുംപാള എന്നുള്ളതിൻ്റെയാണ് ഈ പാള. അപ്പോൾ ആ പാള കൂട്ടി കുത്തിയതിനകത്താണ് ഇപ്പോഴും ഈ പറഞ്ഞ ആൾക്ക് ഭക്ഷണം കൊടുക്കൽ. അതും ഭക്ഷണം വെറുതെ ഒരു ബ്രാഹ്മണന് കാലഴിച്ചൂട്ടല്ല, ശരിക്കും ഇവിടെ സാധാരണ എല്ലാ അമ്പലത്തിലും ഈ പൂജയുടെ, ഞാൻ വല്ലാതെ കാട് കയറി പോകുന്നൊന്നും അറിയില്ല. ഇല്ല സാധാരണ എല്ലാ അമ്പലത്തിലും നേദ്യം എഴുന്നള്ളിക്കുമ്പോൾ നിവേദ്യം എന്ന് കീശാന്തി ഒന്ന് വിളിച്ച് പറയും, ശംഖ് വിളിക്കുക, എഴുന്നള്ളിക്കും. ഇവിടെ അങ്ങനെയല്ല. ഉച്ചപൂജയ്ക്കാവുന്നതിന് നേദ്യം എഴുന്നള്ളിക്കുന്നതിന് മുമ്പ് വേദാന്തന്മാരുണ്ടോ എന്ന് മേശാന്തി ഉറക്ക മണ്ഡപത്തിൽ വന്ന് കീശാന്തി വിളിച്ച് ചോദിക്കും. ഈ വേദാന്തന്മാർ വെച്ചാൽ വേദവിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വേദവിത്തുക്കളായിട്ടുള്ളവരെയാണ്. അപ്പോൾ അവർ ഉണ്ടെങ്കിൽ അവർക്കാണ് ഈ കാലഴിച്ചൂട്ട് ഇവിടെ നടത്തുക, സാങ്കേതികമായി പറഞ്ഞാൽ. അപ്പോൾ അവരുണ്ടെങ്കിൽ അവർക്കുള്ള വിളമ്പലും ഭഗവാനുള്ളതും കൂടെ ഒരുമിച്ചാണ് നടത്തുന്നത്. ഭഗവാനകത്ത് നേദ്യം പകുതിയാക്കിയിട്ട് അവിടെ ചെന്ന് അപ്പോഴത്തേക്ക് അവിടെ തുടങ്ങി അതും പൂർത്തിയാക്കിയിട്ട് തിരിച്ച് വന്നിട്ട് ഹോമം കഴിഞ്ഞിട്ടാണ് ദേവൻ്റെ പൂജ നേദ്യം പൂർത്തിയാക്കുന്നത്. വൈശ്വഹോമം പതിവുണ്ടല്ലേ? എല്ലാ പൂജയ്ക്കും ഉണ്ട്. ഈ പിന്നെ പടത്തിപ്പഴ നിവേദ്യമുണ്ടല്ലേ, അതും പ്രാധാന്യമാണല്ലേ? ആ പടത്തിപ്പഴം എന്ന് വെച്ചാൽ കാളിപ്പഴം എന്ന് ചില നാട്ടിൽ പറയും. ആ ഒരു പഴം കദളിയല്ല. കദളി വിശേഷമാണ്. അതെല്ലാം അമ്പലത്തിലേയും പോലെ തന്നെയാണ്. ഈ ദേവന് പ്രിയപ്പെട്ട ഭക്ഷണം എന്ന നിലയ്ക്ക് ഈ പടത്തിപ്പഴം ഈ നാട്ടിൽ പറയുന്ന പേരാണ്. കാളിപ്പഴം എന്ന് ചില നാട്ടിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ പഴം അകത്ത് നേദ്യം വിശേഷമായിട്ട് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഇവിടെ ഈ നാട്ടിലെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എല്ലാവരുടെയും വീടുകളിലും ഈ തിരുവല്ല പ്രദേശത്ത് എല്ലാ വീട്ടിലും ഇതുണ്ട്. എപ്പോഴായാലും കൊലയായ എല്ലാവരും ഇവിടെ കൊണ്ട് വെക്കുന്നതും കാണാം. അപ്പം ആ പടത്തിപ്പഴം ഇദ്ദേഹത്തിൻ്റെ നേദ്യം അത് എപ്പോഴാണെങ്കിലും അത് കൊണ്ടുവന്ന് കൊടുക്കാം. അപ്പോൾ അതിനൊരു വിശേഷമുള്ള എന്താ വെച്ചാൽ ഈ പറഞ്ഞ ഇപ്പോഴത്തെ കാലത്തിന് അത് പറയാൻ കൊള്ളുമോയെന്ന് അറിയില്ല, എങ്കിലും ഇവിടുത്തെ നടപടി പ്രകാരമാണെങ്കിൽ ഈ വിഷയങ്ങളിലൊക്കെ ഇവിടെ ഈ പടത്തിപ്പഴം നേദിച്ചത് ബ്രാഹ്മണർ സ്വീകരിക്കരുതെന്നുണ്ട്. ഇവിടെ നേദിക്കാത്ത, അതായത് കൊണ്ടുവന്ന ആ പകുതിയെ അകത്ത് നേദിക്കുകയുള്ളൂ, ബാക്കി പകുതി നേദിക്കാതെ ബ്രാഹ്മണർക്ക് കൊടുക്കുകയാണ്. അത് ഇപ്പോഴും കാലത്തിൻ്റെ മാറ്റത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഞാൻ ഇവിടുത്തെ ആചാര പദ്ധതിയാണ് പറഞ്ഞത്. അപ്പോൾ അത് ആ ഒരു ശിവന് നേദിച്ചത് കഴിക്കില്ല എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ധ്വനിയൊക്കെ അതിനകത്ത് വരും. പക്ഷേ പട്ടിപ്പഴത്തിനെ സംബന്ധിച്ചിടത്തോളം എത്ര വേണമെങ്കിലും 100 പഴം കൊണ്ടുവന്നാൽ 50 എണ്ണ അകത്ത് നേദിക്കുകയുള്ളൂ. ബാക്കി 50 എണ്ണം അല്ലാതെ തൊഴാൻ വരുന്ന ഈ ഭക്തരുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുകയാണ്. നേദിച്ചതും സാധാരണ പോലെ കൊടുക്കും. സാധാരണ പട്ടിപ്പഴം നേദിക്കാത്തതാണ് ബ്രാഹ്മണർ മേടിക്കുക ഇവിടെ. മറ്റു നേദ്യങ്ങൾക്ക് അത് ബാധകമാണോ? അതായത് ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അല്ലേ? അതിന് മാത്രമേ ഈ നിഷ്കർഷയേ ഉള്ളൂ. മീൻസ് ഈ കൊണ്ടുവരുന്നതിൻ്റെ പകുതിയെ നേദിക്കുള്ളൂ എന്നാണ്.
പിന്നെ നേദ്യത്തിൻ്റെ വിശേഷം ഇവിടെ വിശേഷ നേദ്യം ഇല്ല ഇവിടെ. ഏത് നേദ്യവും പതിവ് നേദ്യത്തിൻ്റെ കൂടെ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പ്രസന്ന പൂജയ്ക്കൊരു നേദ്യം ഇല്ല ഇവിടെ. പ്രസന്ന പൂജയ്ക്ക് നേദിക്കാനുള്ളതും മറ്റേ പൂജയ്ക്കൊപ്പം നേദിച്ചോളണം. നേദ്യത്തിൻ്റെ എണ്ണം കൂട്ടാനോ ആവാഹനയുടെ എണ്ണം കൂട്ടാനോ പാടില്ല. പിന്നെ അതുപോലെ പുഷ്പാഞ്ജലികളും എല്ലാം അങ്ങനെ എന്തൊക്കെയോ ക്രമങ്ങളുണ്ടെന്ന് തോന്നുന്നല്ലേ? ഒരുപാട് പാടില്ല അങ്ങനെയല്ല, പാടില്ല എന്നുള്ളതല്ല. ഇവിടെ വേണ്ടത് കഴിക്കുമ്പോൾ തന്നെ വേണ്ടതിൽ കൂടുതൽ സമയമാവും. അപ്പോൾ ഇന്നതൊക്കെ ചെയ്തോണമെന്ന് നിയമം, ഓരോ എഴുതി വെച്ച നിയമം തന്നെയുണ്ട്. അത് ഇന്ന പൂജയ്ക്ക് ഇന്ന പുഷ്പാഞ്ജലി ഇത്ര ആവർത്തി ചെയ്യണം, അത് കഴിഞ്ഞാൽ ഇന്ന മന്ത്രം കൊണ്ട് വേണം എന്ന് പറഞ്ഞാൽ അത് വ്യവസ്ഥയുള്ളത് കൊണ്ട് അതെല്ലാം കഴിക്കുമ്പോൾ തന്നെ സാധാരണ ഒരു പൂജയുടെ വലിപ്പം ഉണ്ടാവും. അപ്പോൾ പിന്നെ കയ്യിൽ നിന്ന് ഇടണമെങ്കിൽ ഇടാം, വേറെ എക്സ്ട്രാ അധികമായിട്ടും. അതും അതാത് പൂജ നേരത്തെ പറഞ്ഞല്ലോ 5 ദേവനായിട്ടാണ്. അല്ല, ഓരോ ദേവനും പറ്റുന്നതായിരിക്കണം അധികമായിട്ട് എടുക്കുന്നത് ആ പൂജയ്ക്ക് എന്നുള്ളതാണ്. പുരുഷ സൂക്തമാണ് ഇവിടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അത് പുഷ്പാഞ്ജലിക്കതെ, ആവാഹനയ്ക്കതെ, അർഘ്യം കൊടുക്കാനതെ, ന്യാസത്തിനതെ, എല്ലാത്തിനും പുരുഷ സൂക്തമാണ് അടിസ്ഥാനം. എല്ലാത്തിനും പുരുഷ സൂക്തം വേണം താനും. നമ്മൾ ഈ പൂജയ്ക്കായിട്ട് കുളിക്കുന്നതിന് ഇത്ര അളവിൽ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് മുങ്ങണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിയമമുണ്ടോ? അങ്ങനെയല്ല, അത് സാധാരണ പോലെ തന്നെ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ നിയമം എന്ന് വെച്ചാൽ ഇവിടെ അകത്തൊരു കുളമുണ്ട്. വടക്ക് കിഴക്ക് ഭാഗത്ത് എലവന്തി എന്ന് പറയുന്ന ഒരു കുളമുണ്ട്. ഈ കുളത്തിൽ കുളിച്ചാലേ ഇവിടെ പൂജ കഴിക്കാൻ പാടുള്ളൂ. ആ കുളത്തിൽ ശാന്തിക്കാർ, തന്ത്രിമാർ ഇവർ മാത്രമാണ് പണ്ട് കുളിച്ചിരുന്നത്. ഇപ്പോൾ കീശാന്തിമാരും അവിടെയാണ് കുളിക്കുന്നത്. പണ്ട് കീശാന്തി കുളിച്ചിരുന്നത് അതിനകത്തല്ല, പുറത്തെ കുളത്തിലാണ്. ഇപ്പോൾ അകത്ത് ദേവനെ തൊടുന്നവർ മാത്രമേ ആ ദേവനെ തൊടേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനൊരു ഭക്തനായിട്ട് തൊഴാൻ ചെല്ലുകയാണെങ്കിൽ എനിക്ക് അവിടെ കുളിക്കാൻ അധികാരമില്ല. ഞാൻ പൂജ കഴിക്കാൻ ചെല്ലുമ്പോൾ മാത്രമേ അവിടെ കുളിക്കാൻ പാടുള്ളൂ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അകത്ത് പൂജയ്ക്ക് തൊട്ട് മുമ്പ് വരെ സമയം കൊണ്ട് 3 ദേഹശുദ്ധി കഴിയണം. അതിൽ ആദ്യത്തെ ദേഹശുദ്ധി കുളത്തിൽ വെച്ചിട്ടാണ്. കുളത്തിൽ വെച്ച് കുളിച്ച് കയറിയാൽ ഒരു വസ്ത്രം തട്ടുടുത്ത്, അകത്ത് വെച്ച് തട്ടുകൊടുക്കാൻ പറ്റില്ല ഇവിടെ. കുളത്തിൽ വെച്ച് തന്നെ തട്ടുടുത്താൽ കുളത്തിലിരുന്നൊരു ദേഹശുദ്ധി ചെയ്ത് ജലം ഉപാധിയാക്കി വെള്ളത്തിൽ തന്നെ ആദ്യത്തെ പൂജയാണ്. അത് കഴിച്ച് ആ തങ്കലേക്ക് ഉദ്വസിച്ചിട്ട് അതുകൊണ്ടാണ് നമ്മൾ നേരെ അകത്തേക്ക് പോകേണ്ടത്. അതാണ് കുളിയുടെ ക്രമം. നമുക്ക് ഈ പന്തീരടി അവിടെ ഒരു ശങ്കരമംഗലത്ത് പൂജ എന്ന് പറയുന്നത് അവിടെ ആ പുറകിലുള്ള ആ ഇല്ലത്ത് വെച്ചാണ് പന്തീരടി നടക്കുക അല്ലേ? അന്ന് പറഞ്ഞ ചക്രവർത്തമ്മയുടെ ഇല്ലാണോ അത്? അതിപ്പോൾ ശങ്കരമംഗലത്ത് പൂജ എന്ന് ഇപ്പോൾ പന്തിരടി എന്ന് പറയുന്ന പൂജയ്ക്കുള്ളൊരു പേരാണ് ശങ്കരമംഗലത്ത് പൂജ എന്നുള്ളത്. ആ ശങ്കരമംഗലത്ത് ചക്രോത്ത് അഥവാ ശങ്കരമംഗലത്ത് അവിടെ വെച്ച് നടക്കുന്ന പൂജ അല്ല അത്. അതിവിടെ അകത്ത് തന്നെയാണ് അകത്തെ പൂജ നടക്കുന്നത്. ഈ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഒഷ, എതിർത്ത പൂജ, പന്തിരടി, ഉച്ചപൂജ, അത്താഴപൂജ ഇങ്ങനെ പൂജയുള്ളത് കൊണ്ട് ഇവിടെ അങ്ങനെ 5 പൂജയാണ് മഹാക്ഷേത്രങ്ങളിലെങ്കിൽ ഇവിടെ 5 പൂജയാണെന്നുള്ളത് കൊണ്ട് ആൾക്കാർക്ക് ആ പേര് തന്നെ തത്തുല്യം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെ ഒരു പേരില്ല. ഇവിടെ ശരിക്കും 1-ാം പൂജ, 2-ാം പൂജ, 3-ാം പൂജ, 4-ാം പൂജ, 5-ാം പൂജ അങ്ങനെ ഉള്ളൂ പേര്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ സാധാരണഗതിയിലുള്ളൊരു ക്ഷേത്രത്തിലെ ഉഷപൂജ നടക്കുന്നത് നേദ്യം രക്ഷിച്ച് പുറത്ത് വരുമ്പോൾ അന്തി മുടിക്കാൻ പാകത്തിനാവുന്ന പോലത്തെ സമയം, ഉഷസ്സിൽ നടക്കുന്ന പൂജ, അതാണല്ലോ ഉഷപൂജ. പക്ഷേ എതിർത്ത പൂജ എന്ന് പറഞ്ഞാൽ എതിരേപ്പ്, സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് നടക്കുന്ന പൂജ, അതാണല്ലോ എതിരേറ്റ് പൂജ അഥവാ എതിർത്ത പൂജ. ഇവിടെ ഈ 2 പൂജ, ഉഷയുടെ എതിർത്ത പൂജയുടെ ഇടയ്ക്കുള്ള സമയത്താണ് ഇവിടുത്തെ ആദ്യത്തെ പൂജ തന്നെ. അതിൻ്റെ കാരണം മേൽശാന്തി സന്ധ്യാവനം അന്തി മുടിച്ച ശേഷമേ ശ്രീകോലിനകത്ത് കയറാൻ പാടുള്ളൂ രാവിലെ ഈ പൂജയ്ക്കായിട്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് ഉഷയ്ക്ക് സാധാരണ ക്ഷേത്രത്തിലെ ഉഷയ്ക്കും എതിർത്ത പൂജയ്ക്കും ഇട സമയത്താണ് ഇവിടുത്തെ ഉഷപൂജ എന്നിപ്പോൾ വിളിക്കുന്ന ശരിക്കുമുള്ള ഇവിടുത്തെ 1-ാം പൂജ നടക്കുന്ന സമയം. അങ്ങനെയാണ് പൂജയുടെ ക്രമം ഇവിടുത്തേത് വരണത്. അത് കഴിഞ്ഞ് വരുന്ന 2-ാമത്തെ പൂജയാണ് സ്വാഭാവികമായിട്ട്. അത് കഴിഞ്ഞാൽ ശിവേലിയാണ്. മറ്റെല്ലായിടത്തും ഈ 2 പൂജയ്ക്ക് പകരമുള്ള സ്ഥാനത്ത് ഈ ഒരു പൂജയാണല്ലോ നടന്നത്. അത് കഴിഞ്ഞാൽ ശിവേലിയാണ്. ശിവേലി അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കയറുന്ന പൂജ എല്ലാ അമ്പലത്തിലും ശിവേലി കഴിഞ്ഞ് കയറുന്ന പന്തിരടി ആണ്ട് ഇവിടെയും പന്തിരടി എന്ന് വിളിക്കുന്നു. ഇവിടെ അതിന് ശങ്കരമംഗലത്ത് പൂജ എന്നും 2-ാം പൂജ എന്നും പറയും. അത് തിരിച്ച് കയറിയാൽ നടക്കുന്ന പൂജ അങ്ങനെ തന്നെ ഉള്ളൂ. അതിന് ഏകദേശ സമയം ഈ പന്തിരടിയുടെ സമയം തന്നെ ആയിരിക്കും. ഉച്ചപൂജ എന്ന് പറഞ്ഞാൽ 3-ാമത്തെ പൂജയാണ് ഇവിടുത്തെ. അത് എല്ലാ അമ്പലത്തിലും അത് കഴിഞ്ഞാൽ ആ പൂജയോട് അവസാനിക്കുന്നതുകൊണ്ട് ഇവിടെ ആ 3-ാമത്തെ പൂജ കഴിഞ്ഞാൽ ഉച്ചപൂജ എന്ന് പേരിട്ടിരിക്കുന്നു. എല്ലാവരും വിളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ പൂജ കഴിഞ്ഞാൽ അടയ്ക്കും. 2 പൂജ ഇവിടെ വൈകിട്ടാണ്. മേശാന്തിമാർ വൈഷ്ണവരായിട്ടുള്ള ആളുകളാണല്ലേ മംഗലാപുരം? അല്ല, 2 മേശാന്തി സ്ഥാനം ഇവിടെ ഉള്ളത്. അതായത് ശ്രീവല്ലഭനും സുദർശനമൂർത്തിക്കും ഓരോ മേശാന്തി എന്നല്ല, ഓരോ ദിവസത്തിൽ മേശാന്തിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന്. അതായത് ഇന്നലെ പള്ളിക്കുറിപ്പ് നടത്തിയ ആളാണ് ഇന്ന് പള്ളി ഉണർത്തുന്നത്. അപ്പോൾ അങ്ങനെ അവർ 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും ഒരു ഇത് കഴിഞ്ഞിട്ട്.
അങ്ങനെ 2 മേശാന്തി സ്ഥാനം, ഒന്ന് ഈ പറഞ്ഞ തുളു എമ്പ്രാന്മാരുടെ അവർക്ക് കാരാഴ്മാവകാശവും, ഒന്ന് ഇവിടെ അല്ലാത്ത ഈ മലയാള ബ്രാഹ്മണരുടെ കാരാഴ്മാവകാശമായിട്ടുള്ള അത് രണ്ടും 5 കുടുംബം ഇല്ലക്കാർക്കാണ് അവകാശം ഉള്ളത്, അവരുടെ ശാഖകളുമായിട്ടുള്ളവർക്ക്. പക്ഷേ അതിൽ കാലം കൊണ്ട് ഈ കാരാഴ്മാവകാശങ്ങൾക്ക് വരാൻ ആളില്ലാതായി നിന്നു പോയിട്ട് പിന്നെ വീണ്ടും അതിലൊരു കൂട്ടർ അവർ മാത്രമേ അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരിൽ നിന്ന് ഒരു കാരാഴ്മ മേശാന്തി വരുന്നുണ്ട്, മറ്റവർ അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നു, വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഈ പറഞ്ഞ 2 മേശാന്തി സ്ഥാനമാണുള്ളത്, 2ഉം കാരാഴ്മക്കാരാണ്. അത് വൈഷ്ണവർ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇവിടെ പറയുമ്പോൾ ഗോപിക്കുറുക്കാർ എന്നൊക്കെ പറയും, അത് ഈ എമ്പ്രാന്മാരെന്നുള്ള അർത്ഥത്തിലാണ്. അത് ഇപ്പോഴത്തെ അവരുടെ കാരാഴ്മ ഇപ്പോഴും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. കാരണം അവർ കുടുംബങ്ങളിൽ ആളില്ലാത്തൊരവസ്ഥയൊക്കെ വന്നിട്ട് ഇപ്പോൾ പതുക്കെ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തെപ്പറ്റി ചർച്ചയും മറ്റും നടന്നു വരുന്നുണ്ട്. ഭഗവാന് ആഗ്രഹമായി സമയമാണെങ്കിൽ അതും തിരിച്ചു വരുമായിരിക്കും. അങ്ങനെയാണ്. പിന്നെ പൂർണ്ണമായിട്ടും ഈ വൈഷ്ണവരെന്ന് വെച്ചാൽ ഇവിടുത്തെ സമ്പ്രദായമൊക്കെ പൂർണ്ണ വൈഷ്ണവേ പറ്റുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. ആ വ്യക്തിയുടെനേക്കാളേറെ സമ്പ്രദായം അങ്ങനെയാണ്. അതായത് നിസാരം പറഞ്ഞാൽ ഭസ്മം തൊട്ടാൽ ശുദ്ധം മാറുന്ന അമ്പലമാണിത്. അതാണ്. അപ്പോൾ അത്രയും പൂർണ്ണ വൈഷ്ണവത്വം. കുറിയിടുമ്പോഴാണെങ്കിലും വിലങ്ങനെ കുറിയിടാൻ വയ്യ, ഗോപിക്കുറി തന്നെ ഇടണം. പിന്നെ അത്തരത്തിലുള്ള എല്ലാം വൈഷ്ണവമായിട്ടുള്ളതാണ് പറ്റുന്നത്. ശൈവമായിട്ടുള്ള ഒന്നും വയ്യാത്ത സ്ഥലമാണ്. ഇപ്പോൾ സന്ധ്യാവന്തനം കഴിക്കൽ സ്വതേ അകത്ത് വയ്യ, ഇത് ഇലവന്തി തന്നെ വേണം. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അകത്ത് വെച്ച് സന്ധ്യാവന്തനം കഴിക്കുകയാണെങ്കിൽ അവസാനത്തെ അഷ്ടാക്ഷരവും പഞ്ചാക്ഷരവും ജപിക്കുന്നതിൻ്റെ അഷ്ടാക്ഷരം ജപിച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങിപ്പോയി പ്രദക്ഷിണയുടെ പുറത്ത് പോയിട്ട് വേണം പഞ്ചാക്ഷരം ജപിക്കണമെങ്കിൽ. പരിഹാരാദി വിഷയങ്ങളൊക്കെ വരികയാണെങ്കിലും ഗണപതി ഹോമം പോലും പ്രദക്ഷിണ ചുറ്റമ്പലത്തിന് പുറത്ത് വെച്ചേ കഴിക്കുകയുള്ളൂ. അതുപോലും അകത്ത് വയ്യാത്ത അമ്പലമാണ്. ഗരുഡൻ, അവിടെ ആ ഗരുഡമാടത്തറയ്ക്കൊരു പ്രാധാന്യമില്ലേ? അത് ശരിക്കും പ്രാധാന്യം എന്ന് വെച്ചാൽ 2 തരത്തിലാണുള്ളത്. ഒന്ന്, അത് ശ്രീവല്ലഭൻ്റെ ധ്വജത്തിന് മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വാഹനമാണ് ആ ഗരുഡൻ. അത് മുറക്കി കൊടിമരത്തിന് മുകളിൽ ഇരിക്കുകയാണ് ആ ഗരുഡൻ. പക്ഷേ പ്രതിഷ്ഠയുടെ വൈശേഷികത്വം കൊണ്ടും പ്രതിഷ്ഠാ ക്രിയാ പദ്ധതിയുടെ വ്യത്യാസം കൊണ്ടും പ്രതിഷ്ഠിച്ചതോടുകൂടി അദ്ദേഹം ഉപദേവനായിട്ട് മാറുക ഉണ്ടായത്. ഉപദേവൻ എന്ന് വെച്ചാൽ തുല്യ പ്രധാനമുള്ള ഉപദേവനായിട്ട് മാറുകയാണ് ഗരുഡൻ ഉണ്ടായത്. അത് ശില്പത്തിൻ്റെ വൈശിഷ്ട്യം ഒരു വിഷയമാണ്, ദേവൻ്റെ സാന്നിധ്യബലം ഒരു വിഷയമാണ്. ശില്പത്തിൻ്റെ വൈശിഷ്ട്യം കഥയ്ക്കകത്ത് പറയുന്നത് പ്രകാരം പെരുന്തച്ഛൻ ഉണ്ടാക്കിയ ബിംബമാണെന്നും പൂർണ്ണമായപ്പോൾ അത്രയ്ക്കും പൂർണ്ണത വന്നതുകൊണ്ട് ബിംബം പറന്നു പോയപ്പോൾ ഉളി എറിഞ്ഞിട്ടിട്ട് ചിറക് മുറിച്ച് അപ്പോൾ താഴെ വന്നെന്നും പിന്നെ പറന്നു പോയിരിക്കാൻ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടു എന്നുമാണ് കഥയ്ക്കകത്തുള്ളത്. എന്നാൽ പ്രതിഷ്ഠിച്ചേക്കുന്നത് അത് ഇപ്പം അത് അങ്ങനെ പുറത്തുനിന്ന് കാണാൻ പറ്റില്ല. ഇപ്പം അതിൻ്റെ ചുറ്റും ആ ഒരു കെട്ടിടം പോലെ പണിത് വെച്ചേക്കുന്നത് കൊണ്ട് കാണാൻ പറ്റില്ല. ശരിക്കും ചങ്ങലയിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്താ വെച്ചാൽ പ്രതിഷ്ഠിച്ചതോടുകൂടി അത് ഈ ബിംബത്തിൻ്റെ വൈശിഷ്ട്യം കൊണ്ടും ആ ക്രിയാപദ്ധതിയുടെ വിശേഷം കൊണ്ടും ആയിരിക്കാം. എന്തായാലും അദ്ദേഹം ദേവനായിട്ട് തന്നെ മാറി. വെച്ചാൽ ദേവവാഹന അല്ലാതെ സ്വതന്ത്ര ദേവനായിട്ട് മാറി. അങ്ങനെ സ്വതന്ത്ര ദേവനായതോടുകൂടി അദ്ദേഹത്തിന് ആ ചുറ്റും കാണുന്നത് ഈ ധ്വജം ചെരിഞ്ഞപ്പോൾ സംരക്ഷണത്തിനാണെന്ന ഒരു കഥ പറയുന്നുണ്ട്. എന്നാൽ അതിനേക്കാളേറെ അതിൻ്റെ സാഹചര്യം എന്താ വെച്ചാൽ ദേവനാണ്, ആ ദേവൻ്റെ ശ്രീകോവിലാണ് പണിതേക്കുന്നത് ചുറ്റും. അത് പറന്ന് നടക്കേണ്ടുന്ന ആളായതുകൊണ്ട് ശ്രീകോവിലിൻ്റെ നിർമ്മാണത്തിൻ്റെ മുകളിലേക്ക് ദേവൻ നിൽക്കുകയാണ്. അത്രേ തന്നെ ഉള്ളൂ. അത് ശരിക്കും ഗരുഡൻ്റെ ശ്രീകോവിലാണ് ആ പണിതേക്കുന്നത്. അപ്പോൾ അതിനുള്ളിലൊരു ധ്വജസ്തംഭം അത് ഒറ്റക്കല്ലാണ്. ശിലയിലെ നിയമം എത്ര മുകളിലോട്ടുണ്ടോ അത്രയും താഴോട്ട് പോകണമെന്നാണ്. അപ്പോൾ ഒറ്റക്കല്ലിൽ അങ്ങ് മേള് വരെ നിൽക്കുകയാണത്. ഏകദേശം 115 അടി പൊക്കമുണ്ട്. പകുതി മുകളിലോട്ടും പകുതി താഴോട്ടും ഒറ്റക്കല്ലാണ്. ആ കല്ലിൻ്റെ മുകളിലാണ് ബിംബപ്രതിഷ്ഠയുള്ളത്. അപ്പോൾ അതിനുള്ളിലേക്ക് ആരും പ്രവേശിക്കാറൊന്നുമില്ല അല്ലേ, ആ ശ്രീകോവിലിനുള്ളിലേക്ക്? അല്ല, അത് മുഴുവൻ അങ്ങനെ കെട്ടി അടച്ചേക്കുക പുറത്ത് നിന്ന്. വെച്ചാൽ അത് ഒരു 4 വശം ഭിത്തി കെട്ടിയേക്കുക അല്ല, അത് കല്ലടുക്കിയേക്കുക. അപ്പോൾ അവിടെ നിത്യം നിവേദ്യമായിട്ടൊക്കെ പതിവുണ്ട്. അത് ഒരു കാലത്ത് അത് മുടങ്ങിയിരുന്നു. അതിപ്പോൾ വീണ്ടും ഈ പറഞ്ഞ ഇവിടെ ഒരു പരിഹാരക്രിയകളും മറ്റും നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പിഴവുകളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോഴും അന്നുമൊക്കെ എല്ലാം ഇവിടുത്തെ ഒഷയുടെ വൈശ്യഹോമത്തിനോടൊപ്പം തന്നെ ആ ഗരുഡന് നേദ്യമുണ്ട്. അത് അകത്ത് ഒഷയുടെ വൈശ്യഹോമം നടക്കുന്ന തടപ്പള്ളിയിൽ വിളക്ക് വെച്ചിട്ടാണ്. അപ്പോൾ അത് പതിവായിട്ടുണ്ട്, അത് മുടങ്ങിയിട്ടൊന്നുമില്ല. അത് ഈ ഗരുഡന് നേദ്യമുണ്ട്. അത് കൂടാണ്ട് പഴയ കാലത്ത്
നിഴലിന് നേദിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അതാണ് ഈ മുടങ്ങിയത് പുനഃസ്ഥാപിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നിഴൽ കണ്ട സ്ഥലം അകത്തറിയിക്കും. മേശാന്തി കുത്തുകളൊക്കെ മുന്നോടിയായിട്ട് അവിടെ വന്ന് അവിടെ തളിച്ച് ശുദ്ധാക്കി ആ നിഴലിലേക്ക് നേദിക്കും. ഈ ഗരുഡ മാടത്തറയുടെ നിഴലിലേക്ക് ആ ദേവൻ്റെ നിഴൽ പൂർണ്ണമായിട്ട് എപ്പോൾ വന്നാലും അപ്പോൾ ആളറിയിക്കും. അറിയിച്ചു കഴിഞ്ഞാൽ മേശാന്തി എഴുന്നള്ളിച്ച് പോയി അവിടെ ആ നിഴലിലേക്ക് നേദിക്കും. ആ ഒരു കുറേ കാലം മുമ്പ് അത് മുടങ്ങിയിരുന്നു. ഒരു 100 വർഷത്തോളമായിട്ട് അത് മുടങ്ങിക്കിടക്കുകയായിരുന്നു. അത് ഇനി പതുക്കെ പുനഃസ്ഥാപിക്കുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുടങ്ങിയത് പുനഃസ്ഥാപിക്കുമ്പോൾ എങ്ങനെ വേണം എന്നുള്ളതിൻ്റെ ആലോചിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പം നടക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ശിവേലി സമയത്ത് വാഹനസ്ഥാനത്ത് തൂവുക ഇവിടെ ഈ മാടത്തറയ്ക്ക് മുമ്പിൽ തൂവാറുണ്ടോ, അതോ സ്ഥാനം വേറെയാണോ? വാഹനത്തിന് തൂവുക, ഇത് ഉപദേവനാണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. രണ്ടുമുണ്ട്. അതായത് ഈ തന്ത്രിപക്ഷം ഉണ്ടല്ലോ, ഉപദേവന്മാർക്ക് തൂവുക. അപ്പോൾ ഇവിടുത്തെ തന്ത്രിപക്ഷത്തിൽ ഉപദേവന്മാർക്ക് തൂവലുണ്ട്. അപ്പം അതനുസരിച്ചുള്ളത് കൊണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ കൊടിമരം ഇടിവെട്ടി പോയതുകൊണ്ടാണ് ഇപ്പോൾ കാണാത്തത്. അതിൻ്റെ പണി നടക്കുകയാണ്. ഇപ്പോൾ കൊടിമരം ഉണ്ടായിരുന്നു, ഒരു 2-3 കൊല്ലം മുമ്പ് വരെ കൊടിമരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വാഹനസ്ഥാനത്ത് തൂവുമ്പോൾ രണ്ടിടത്തും തൂവണം. പക്ഷേ 2 മന്ത്രമാണ്. വാഹനത്തിൻ്റെ ഒരു ചെറിയ ഇതും രസമായിട്ടുള്ളതും കൂടെ പറഞ്ഞേക്കാം. ശരി. അതൊന്നുമില്ല, ഇപ്പോൾ ക്രിയാവശമുള്ളവർക്ക് അറിയാം. നമസ്കാര മണ്ഡപത്തിൽ എല്ലാ അമ്പലത്തിലും അതാത് ദേവൻ്റെ ഒരു വാഹനം വെച്ചിട്ടുണ്ടാവും കാഴ്ചയ്ക്കുള്ളത്. ശ്രീഭൂതബലി ശ്രീവേലിയൊക്കെ കഴിക്കുമ്പോൾ ദ്വാസ്ഥന്മാർക്ക് തൂവിക്കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് ആണ് വാഹനത്തിന് തൂവുക. ഇവിടെ വാഹനസ്ഥാനം ശ്രീകോവിലിനകത്താണ്. ഈ മണ്ഡപത്തിൽ വെച്ചിട്ടുള്ളത് കാഴ്ചയ്ക്ക് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. വാഹനത്തിന് തൂവലൊക്കെ ശ്രീകോവിലിനകത്ത് തന്നെയാണ്. ഭാഗത്തെ മുഖമണ്ഡപത്തിൽ അല്ല, ശ്രീകോവിലിനകത്ത് തന്നെ മുമ്പിൽ ഇടതുവശം, ദേവൻ്റെ ഇടതുവശം, ഇടനാഴിയിൽ മുമ്പ് വെച്ചാൽ അകത്തോട്ട് നമ്മൾ കയറുമ്പോൾ വലതുവശത്ത് അവിടെ പ്രതിഷ്ഠയല്ല, ദേവൻ്റെ വാഹനസ്ഥാനം അവിടെയാണ്. ഈ ശ്രീഭൂതബലിക്കൊക്കെ അകത്ത് വാഹനത്തിന് തൂവൽ അവിടെയാണ്. അതൊക്കെ ഈ ശിവനെ പോലെ തന്നെ കഴിയും. അതായത് ശിവന് ശ്രീഭൂതബലി ആദികളൊക്കെ വരുമ്പോൾ മഹാക്ഷേത്രമൊക്കെ ആകുമ്പോൾ വാസ്തന്മാർ എല്ലാം കഴിഞ്ഞ് വാഹനം ഇന്ദ്രൻ മുതലാണല്ലോ പുറത്ത് തൂവി തുടങ്ങുക. ഇവിടെയും അതേ ക്രമത്തിൽ എല്ലാവരുടെയും അകത്ത് കഴിഞ്ഞ് ഇന്ദ്രൻ മുതലാണ് പുറത്ത് തൂവുക. ബാക്കിയെല്ലാം അകത്ത് തന്നെ കഴിയും. നമസ്കാരം ഏട്ടാ. നമസ്കാരം. അങ്ങയുടെ പേര്? എൻ്റെ ശ്രീകുമാർ. അപ്പോൾ അങ്ങിവിടെ പഴയ കാരാൺമ ശാന്തി തന്നെയാണ്? കാരാൺമ കുടുംബത്തിൽപ്പെട്ടതാണ്. ചുരൂരിമഠം എന്ന് പറയും. പക്ഷേ ഞാനിപ്പോൾ ദേവസ്വം നോമിനിയായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ പൂജാ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പോൾ അതായത് ആ ഒരു പൂജാ പദ്ധതി തന്നെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ രാവിലെ മുതൽ ഉള്ള ഒരു കാര്യങ്ങളാണ്, ആ ഒരു നിത്യനിദാനങ്ങളിൽ പെടുന്ന കുറച്ച് കാര്യങ്ങളും ആ ദേവതാ സങ്കല്പങ്ങളും ഒക്കെയാണ് നമുക്കൊന്ന് അറിയാനുള്ളത്. നമ്മളിവിടെ 5ാം പൂജ മുതലാണ് ശരിക്കും പൂജാ സംവിധാനം തുടങ്ങുന്നത്. 5ാം പൂജ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രണവ പൂജയാണ് നമ്മളിവിടെ ചെയ്യാറുള്ളത്. ഇവിടുത്തെ പൂജാ മന്ത്രങ്ങളൊക്കെ പ്രത്യേകം ഗോപ്യമായിട്ടുള്ളതാണ്. നമ്മളത് പുറത്ത് അങ്ങനെ പറയാറില്ല. അത് രഹസ്യഭാവത്തിലുള്ളതാണ് മന്ത്രാദി കാര്യങ്ങളും എല്ലാം തന്നെ. അപ്പോൾ 5ാം പൂജയ്ക്ക് പ്രണവപൂജയാണ് ചെയ്യുന്നത്. പ്രണവപൂജ കഴിഞ്ഞതിന് ശേഷം ആ പൂജ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ശിവലിക്ക് പോകുന്നത്. ശിവലി കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ആ പ്രണവ രൂപം എന്ന് പറയുമ്പോൾ സന്യാസ രൂപമായിട്ടാണ് വരുന്നത്. ആ രൂപത്തിലുള്ള ഭഗവാനെ നമ്മൾ വ്യാപകം ചെയ്ത് ഛന്ദസ് കൂട്ടി അത് നമ്മൾ നാരായണ രൂപത്തിലാക്കിയതിന് ശേഷം ഭഗവാന്റെ വലത്തെ ഹൃദയഭാഗത്തു നിന്നും ലക്ഷ്മി ദേവി ആവാഹിച്ച്, അത് ലക്ഷ്മി ദേവിയുടെ ചെറിയൊരു വിഗ്രഹമുണ്ട്, അതിലേക്ക് ആവാഹിച്ച് മാറ്റി അതിനുശേഷം നാരായണനെ വേറൊരു വിഗ്രഹത്തിലേക്കും ആവാഹിച്ച് മാറ്റിയിട്ട് ഇത് നമ്മൾ 2 കയ്യിലൊരു പ്രത്യേക രീതിയിൽ അത് വളരെ രഹസ്യമായിട്ടുള്ളതാണ്. പ്രത്യേക രീതിയിലത് എഴുന്നള്ളിച്ച് അമ്പലത്തിൻ്റെ തെക്ക് വശത്തുള്ള പള്ളിക്കുറിപ്പ് വേണ്ടിയിട്ട് പ്രത്യേക ഒരു പള്ളിക്കുറിപ്പിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു മന്ദിരമുണ്ട്. അവിടെ കൊണ്ട് ഇരുത്തി അവിടെ പീഠപൂജയും മൂർത്തി പൂജയൊക്കെ കഴിച്ച് നമ്മൾ ഭഗവാനെ ഉറക്കുന്ന പ്രത്യേക മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഭഗവാനെ അത്
ഉറക്കും. പൂജ പൂർത്തിയാക്കുക, പൂജയുടെ അവസാനം പൂർത്തിയാക്കുക. പൂജയുടെ പ്രസന്ന പൂജ വരെ നടത്തിയ ശേഷം പൂജ പൂർത്തിയാക്കാതെ നമ്മൾ ഭഗവാനെ അവിടെ ശയനമന്ത്രം ചൊല്ലി, ദേവനും ദേവിക്കും പ്രത്യേക ശയനമന്ത്രമാണ്. അത് ചൊല്ലി ദേവനെ നമ്മൾ ശയനം കൊടുക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ വന്ന് ഭഗവാനെ തേച്ച് കഴുകി വൃത്തിയാക്കി അതിന് ശേഷം മേശാന്തി അതേപോലെ തന്നെ തിരിച്ച് പള്ളിക്കുറിപ്പിനോട് ചെന്ന് ഭഗവാനെ ഉണർത്തുന്ന മന്ത്രമുണ്ട്, അത് ചൊല്ലി ദേവനെ ദേവി മഹാലക്ഷ്മി നാരായണ സങ്കല്പത്തിലുള്ള ദേവനെ ഉണർത്തി നമ്മളവിടുന്ന് ആ സമയത്ത് നമ്മൾ പൂജ പൂർത്തിയാക്കും. രാവിലെയാണ്. ആ പൂജ അത്താഴപൂജയല്ല, അവിടെ പ്രത്യേക പള്ളിക്കുറിപ്പിന്റെ ചടങ്ങുകൾ പൂർത്തിയാകുന്ന പിറ്റേ ദിവസം രാവിലെ അവസാനാർഘ്യ പൂജ കാര്യങ്ങളെല്ലാം അവർ കൊടുത്തതിന് ശേഷം തിരിച്ചതുപോലെ പീഠത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആദ്യം തലേദിവസം വൈകിട്ട് നമ്മൾ ആദ്യം ലക്ഷ്മി ദേവി ആവാഹിച്ച് പിന്നെ നാരായണനെ ആവാഹിച്ച് പിറ്റേ ദിവസം രാവിലെ നേരെ തിരിച്ചാണ് ആദ്യം നമ്മൾ നാരായണനെ തിരിച്ച് ബിംബത്തിലേക്ക് ആവാഹിക്കും. അതിനുശേഷം തിരിച്ച് വീണ്ടും ലക്ഷ്മി ദേവി നമ്മൾ വെള്ളത്തെ മാറിടത്തിലേക്ക് ആവാഹിക്കും. ആവാഹിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതിന് ശേഷമാണ് പിന്നെ അഭിഷേകവും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവിടെ മറ്റ് പൂജാമന്ത്രങ്ങളൊന്നും പാടില്ല എന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മറ്റുള്ള ഈ ചെറിയ ചെറിയ മന്ത്രങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ പിന്നെ ഇവിടത്തേക്ക് വേണ്ടി പ്രത്യേകമായ മന്ത്രങ്ങളും പ്രത്യേകമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാം ഉള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. പൊതുവിൽ ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളൊന്നും പാടില്ല എന്നർത്ഥം. പാടില്ല. രാജഗോപാലം അങ്ങനെയുള്ള മന്ത്രങ്ങളൊന്നും പാടില്ലായിരിക്കും അല്ലേ? അതൊക്കെയുണ്ട്, ദേവസ്വം ബോർഡമ്പലമല്ലേ. പക്ഷേ നമ്മളതൊക്കെ രസീത് വന്നു കഴിഞ്ഞാലും അതിൻ്റെ രീതിയിൽ അങ്ങ് നടക്കും. പക്ഷേ നിയമപരമായ രീതിയിൽ അതൊന്നും പാടില്ല എന്നുള്ളതാണ് വ്യവസ്ഥ. അതിന് ശേഷം ആദ്യത്തെ പൂജ ഉഷപൂജയാണ്. ഉഷപൂജ നമ്മൾ പുരുഷനാരായണ സങ്കല്പത്തിലാണ് ചെയ്യുന്നത്. പുരുഷനാരായണ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മഹാവിഷ്ണുവിന് മുമ്പുള്ള, അതായത് 1000 സൂര്യന്മാരുദിച്ച് വരുന്ന അത്ര പ്രകാശമായിട്ട് നിൽക്കുന്ന ഒരു ഭാവമാണ്. അത് പുരുഷനാരായണ സങ്കല്പമാണ്. ആ പുരുഷനാരായണ സങ്കല്പത്തിന് പൂജ കഴിക്കുന്നതിന് മുമ്പ് തന്നെ പുരുഷസൂക്തമാണ് പ്രധാനം. അതിന് മേശാന്തി ആദ്യം സൃഷ്ടിസ്ഥിതി സംഹാര സൃഷ്ടിസ്ഥിതി 5 ന്യാസം മേശാന്തിക്ക് ചെയ്യും. ആ ന്യാസം തന്നെ തിരിച്ചകത്ത് കയറി ദേവനും ചെയ്യും. ആ ന്യാസം ചെയ്തതിന് ശേഷം ദേവന് പ്രത്യേക പൂജാ മന്ത്രങ്ങളുണ്ട്. അതുകൊണ്ട് പുരുഷസൂക്തം കൊണ്ട് തന്നെയാണ് ആഖ്യാദികളെല്ലാം കൊടുക്കുന്നത്. പുരുഷസൂക്തത്തിന് ഓരോ ഗൃഹങ്ങളും ജപിച്ച ആഖ്യാദികളെല്ലാം കൊടുത്ത ശേഷം പൂജാകാര്യങ്ങളെല്ലാം ചെയ്യും. പുരുഷസൂക്തമാണ് മെയിൻ. പുരുഷസൂക്തം എല്ലാം കൊണ്ട് തന്നെയാണ് ആ പൂജ മുഴുവൻ ചെയ്യുന്നത്. അപ്പം അതിന് അലങ്കാരം ആദ്യത്തെ പൂജയ്ക്ക് തുളസിമാല മാത്രമേ ചാർത്തുള്ളൂ. അത് അങ്ങനെയാണ് ആദ്യത്തെ പൂജ. രണ്ടാമത്തെ പൂജയും ഇതുപോലെ തന്നെയാണ്. ഇവിടെ ഈ ഇവിടെ എതിർത്ത പൂജയില്ല. പിന്നെ പന്തിരടി പൂജയാണ് രണ്ടാമത്തെ പൂജ. അതും ഈ പുരുഷനാരായണ സങ്കല്പത്തിൽ തന്നെയാണ് പന്തിരടി പൂജ ചെയ്യുന്നത്. അതും ഇതേപോലെ തന്നെയാണ്. ഇതുപോലെ തന്നെ ഈ ന്യാസങ്ങളെല്ലാം ചെയ്തിട്ട് ഈ തട്ടുടുപ്പിച്ച് ഉത്തരയിട്ടൊരു സങ്കല്പം അത് ഉച്ചപൂജ. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഉച്ചപൂജ വരുമ്പോഴത്തേക്ക് വാസുദേവ സങ്കല്പമാണ്. വാസുദേവൻ്റെ പൂജാ സംവിധാനമാണ്. ആ വാസുദേവ പൂജാ സംവിധാനം വരുമ്പോൾ ഇതേപോലെ ഭഗവാനെ തട്ടി കുടിപ്പിച്ച് ഭഗവാൻ അലങ്കാരങ്ങളെല്ലാം ചേർത്ത് ആണ് വാസുദേവ സംഘത്തിലുള്ള പൂജ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതാണ് ഉച്ചപൂജയായിട്ട്, വാസുദേവനാണ് ഉച്ചപൂജയായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് വൈകിട്ട് ദീപാരാധന കഴിഞ്ഞിട്ട് നാലാം പൂജ വന്നിട്ട് നാരായണ സങ്കല്പമാണ്. അപ്പോൾ എല്ലാ പൂജയ്ക്കും അഭിഷേകമുണ്ട്. രാവിലത്തെ ഉഷപൂജയ്ക്ക് രാവിലത്തെ അഭിഷേകം കഴിഞ്ഞാണ് ഉഷപൂജ ചെയ്യുന്നതുകൊണ്ട് രാവിലത്തെ അഭിഷേകം വെളുപ്പിനെ ചെയ്യുന്നതുകൊണ്ട് അതില്ല. പന്തിരടി വരുമ്പോഴത്തെ വീണ്ടും ഈ ഉഷപൂജയുടെ, അതായത് ഈ തട്ടെടുത്താണ് രാവിലത്തെ ഉഷപൂജയുടെ ഒരു
അഭിഷേകം തട്ടുകൊടുത്താണ് നിൽക്കുന്നത്. ആദ്യത്തെ ഉഷപൂജയ്ക്ക് തട്ടുകൊടുത്താണ്. അത് കഴിഞ്ഞ് പന്തിരടി വരുമ്പോഴത്തേക്ക് കാവ്യമുണ്ടാണ് കൊടുക്കുന്നത്. അഭിഷേകം കഴിഞ്ഞിട്ട് കാവ്യമുണ്ട് കൊടുത്താണ് പന്തിരടി പൂജ നടത്തുന്നത്. അത് ഉച്ചപൂജ വരുമ്പോഴത്തേക്ക് കസവുമുണ്ടും നേരിയതും എല്ലാം ഇട്ടാണ് ഉച്ചപൂജ. ആ സമയത്താണ് അലങ്കാരങ്ങളെല്ലാം ഉച്ചപൂജ. അത് വാസുദേവ സങ്കല്പമാണ്. അങ്ങനെ വാസുദേവനെ സങ്കല്പിച്ചതിന് ശേഷം ആ ഉച്ചപൂജ നടത്തുന്നു. വൈകുന്നേരം വന്നിട്ട് ദീപാരാധന കഴിഞ്ഞ ശേഷം നാലാം പൂജ പറയുന്ന നാലാം പൂജ എന്ന് പറയുമ്പോൾ നാരായണൻ എന്നുള്ള സങ്കല്പമാണ്. ആ നാലാം പൂജയ്ക്ക് മാത്രമേ ഉള്ളൂ അഭിഷേകമില്ലാത്തത്. ദീപാരാധന കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ ആ അലങ്കാരത്തോട് തന്നെയാണ് ഉച്ചയ്ക്ക് ആ വാസുദേവൻ വേണ്ടി അലങ്കരിച്ചിരിക്കുന്ന അലങ്കാരം തന്നെയാണ് ദീപാരാധന നിലനിൽക്കുന്നത്. അവിടെ തന്നെ പ്രത്യേകിച്ച് നാരായണനായിട്ട് അടുത്ത നാരായണ സങ്കല്പത്തിലാണ് നാലാം പൂജ കഴിക്കുന്നത്. നാലാം പൂജ കഴിച്ചിട്ട് പിന്നെ അഞ്ചാം പൂജ ഈ പറഞ്ഞുകൊണ്ട് പ്രണവ പൂജയായിട്ട് പിറ്റേ പൂജയായിട്ടൊക്കെ തുടങ്ങും. നാലാം പൂജ ശരിക്കും തീർന്നു. പിറ്റേ അഞ്ചാം പൂജ മുതൽ വേറെ രീതിയിൽ അങ്ങനെയാണ് പൂജ സംവിധാനം വരുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഗാർഹസ്ഥ്യം ആ ഒരു ക്രമത്തിൽ വരും അല്ലേ? ആശ്രമങ്ങൾ കടന്ന് മോക്ഷത്തിലേക്ക് രാവിലത്തെ പൂജകളൊക്കെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സൃഷ്ടി സ്ഥിതി സംഹാരം മൂന്നും ഇതിനകത്ത് ന്യാസത്തിനകത്ത് വരും. സൃഷ്ടി സ്ഥിതി സംഹാരം സൃഷ്ടി സ്ഥിതി വന്നിരിക്കും. 5 ന്യാസമാണ് വരുന്നത്. 5 ന്യാസം ചെയ്താണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ തിരുവല്ലയിൽ മാത്രമുള്ള ഒരു പ്രത്യേക പൂജ സമയം. മേൽശാന്തിക്കാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ മറ്റുള്ള അമ്പലത്തിലെ കൂട്ട് നേരെ ഇപ്പോഴത്തെ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ഉടനെ കയറി വരുന്ന തുറവിൽ മറ്റാൾക്കാർക്ക് നിൽക്കാൻ പാടില്ല. ആൾക്കാർക്ക് കൊണ്ട് ഇറക്കിയിട്ടാണ് കയറ്റുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മണ്ഡപത്തിൽ വന്നു കഴിഞ്ഞാൽ കിശാന്തി കൊണ്ട് കാല് കഴിച്ച് ദോസ്തന്മാർക്ക് ആർക്കും കൊടുത്ത് ആണ് അകത്ത് കയറുന്നത്. അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് സോപാനം ഇറങ്ങാൻ മേൽശാന്തിക്ക് വിധിയില്ല. പുറകെ കൂടെ ഇറങ്ങാൻ പാടുള്ളൂ. തിരിച്ച് ദേവൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം, അതായത് ശിവേലിക്ക് അല്ല വൈശന്തൂകാരന് ശിവേലിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. അല്ലാതെ നമുക്ക് മുമ്പിൽ കൂടെ കയറാനും ഒക്കില്ല, ഇറങ്ങാനും പറ്റില്ല. കയറാനാണെങ്കിൽ കാല് കഴുകി കിശാന്തി കാല് കഴിച്ച് പൂജയ്ക്ക് കയറുക എന്നുള്ളത്. വൈകിട്ട് രാവിലെ ആണെങ്കിൽ അഭിഷേകത്തിന് കയറാം. അത് കഴിഞ്ഞ് ശിവലിംഗത്തിൽ പന്തിരടി പൂജയ്ക്ക് കാല് കഴിച്ച് കയറ്റും, ഉച്ചപൂജയ്ക്ക് കാല് കഴിച്ച് കയറ്റും. പിന്നെ ഈ വൈശ്യം തൂക്കിയിട്ട് വന്നിട്ടാണെങ്കിൽ മണ്ഡപത്തിൽ വന്നിട്ട് കിശാന്തി കാല് കഴിച്ച് കയറ്റും. അങ്ങനെയല്ല നമുക്ക് മറ്റുള്ള അമ്പലത്തിൽ പോയിട്ട് എപ്പോഴും കയറി ഇറങ്ങുമെന്നും ഫ്രണ്ടിൽ കൂടെ കിഴക്ക് സോപാനത്തിൽ കൂടെ പാടില്ല. സോപാനത്തിന് വരെ അത്ര പൗത്രമായ സങ്കല്പമുള്ള സ്ഥലമാണ്. അങ്ങനെയാണ് പൂജാ സംവിധാനങ്ങൾ വരുന്നത്. ഇത് മന്ത്രങ്ങളെല്ലാം പറഞ്ഞ് നമുക്കത് പരസ്യമാക്കാൻ പറ്റാത്ത മനസ്സിലായി മാത്രമായിട്ടുള്ളതാണ്. ഇപ്പോൾ പല പുസ്തകങ്ങളൊക്കെ അടിച്ചിറക്കിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും മേശാന്തി എന്നുള്ള രീതിയിൽ എനിക്കത് പറയാൻ സാധ്യമല്ല. കാര്യം മനസ്സിലായി. ഞാൻ ചോദിക്കുന്നില്ലല്ലോ കാര്യം നമുക്കത് പറയാൻ പാടില്ല. അല്ല, പൊതുവിൽ ആൾക്കാർക്ക് ആ ഒരു വിധാനങ്ങളെ പറ്റി ഒരു കാരണം പുസ്തകങ്ങൾ വായിച്ച ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. എല്ലാ ശുദ്ധമായിട്ടുള്ള സാധനം മാത്രമേ അകത്ത് ഉപയോഗിക്കാറുള്ളൂ. അതായത് ഇപ്പം നെയ്യാണെങ്കിൽ പോലും ഒറിജിനൽ പശു നെയ്യ് തന്നെ ദേവൻ്റെ കാര്യത്തിന് ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഏത് കാര്യമാണെങ്കിലും, അതുപോലെ തന്നെ പിന്നെ ഉപസരിക്കാനുള്ള നെയ്യാണെങ്കിലും പിന്നെ അകത്തേക്ക് ആവശ്യത്തിലുള്ള അത്താഴപ്പുഴയ്ക്ക് പാല് നെയ്യ് ചെയ്യേണ്ടത് ഒറിജിനൽ പശുവിൻ്റെ പാല് തന്നെ നെയ്യുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അഷ്ടമെന്നാണ്. അതൊക്കെ ഈ കുഴിക്കാട്ടൊന്നും തന്നെ നമുക്ക് തീരുമ്പോൾ നമുക്ക് എത്തിച്ച് തരും. തന്ത്രി കുടുംബത്തിൽ തന്നെ നമുക്ക് തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല സാധനം ഉപയോഗിക്കാത്ത രീതിയിൽ അവരത് വേണ്ടവണ്ണം ചെയ്യും. അതിനുള്ള പ്രത്യേക മുൻഗണന അവർ ശ്രീവല്ലഭൻ്റെ കാര്യത്തിൽ ആ കുടുംബക്കാർ പ്രത്യേകം കാണിക്കുന്നുണ്ട്. അതിൻ്റെ കുടുംബക്കാർ അവർ വേണ്ട കാര്യങ്ങളില്ല നമ്മളൊന്ന് പറയേണ്ട ആവശ്യമില്ല, അവർ എത്തിച്ച് നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും അതിനകത്തില്ല. പൂക്കളാണെങ്കിൽ പോലും നമ്മൾ ഇവിടെ ഉണ്ടാവണ പൂക്കളാവുമോ ഉപയോഗം അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് എല്ലാം വരുന്നുണ്ട്. കാലസ്ഥിതിക്കനുസരിച്ച് പറ്റില്ലാണ്ടായി അല്ലേ? കാര്യം ആൾക്കാർ ഈ കേശാരിവാദം മാലയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് എടുത്തല്ലേ പറ്റുള്ളൂ. നമുക്കത് കെട്ടിച്ചാർത്തുക എന്നുള്ളത് പ്രായോഗികമല്ല. ദേവനെ നമുക്ക് പറയുന്ന പോലെ ഒരു മാലയെ കുറിച്ച് ചാർത്താൻ ഒക്കത്തില്ല വിജയത്തിൽ. പിന്നെ അപ്പുറത്ത് കമ്പി ഒക്കെ ഇടേണ്ട അതേപോലെ നമ്മൾ ചാർത്തുക അങ്ങനെ പറ്റുള്ളൂ.